ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഇന്ത്യയുടെയും സംസ്ഥാനങ്ങളുടെയും കൺസോളിഡേറ്റഡ് ഫണ്ടിനെയും പബ്ലിക് അക്കൗണ്ട്സിനെയും കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 266. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 266 കേന്ദ്ര സർക്കാരിന്റെയും ഓരോ സംസ്ഥാന സർക്കാരിന്റെയും കൺസോളിഡേറ്റഡ് ഫണ്ടിനെയും പബ്ലിക് അക്കൗണ്ട്സിനെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. സർക്കാരിന് ലഭിക്കുന്ന എല്ലാ വരുമാനവും വായ്പകളും വായ്പ തിരിച്ചടവുകളും കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിക്ഷേപിക്കുന്നു. പാർലമെന്റിന്റെ അനുമതിയില്ലാതെ ഇതിൽ നിന്ന് പണം പിൻവലിക്കാൻ സാധിക്കില്ല. ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഏതു വ്യവസ്ഥയിലാണ് പണം പിൻവലിക്കാൻ കഴിയുക? അപ്രോപ്രിയേഷൻ ബിൽ പാർലമെന്റ് പാസാക്കിയ ശേഷം ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം പിൻവലിച്ചതിനു ശേഷം മാത്രമേ ചെലവഴിക്കാൻ കഴിയൂ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 266 പ്രകാരമുള്ള കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ പാർലമെന്റ് പാസാക്കുന്ന അപ്രോപ്രിയേഷൻ ബിൽ നിർബന്ധമാണ്. സർക്കാരിന്റെ എല്ലാ വരുമാനവും വായ്പകളും ഈ ഫണ്ടിലാണ് എത്തുന്നത്. പൊതുപണത്തിന്റെ വിനിയോഗത്തിൽ പാർലമെന്റിന്റെ പൂർണ്ണ നിയന്ത്രണം ഉറപ്പാക്കാനാണ് ഈ നടപടിക്രമം. താഴെ പറയുന്നവയിൽ ഏതൊക്കെ ചെലവുകളാണ് ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ചുമത്തിയിട്ടുള്ളത്? 1. രാഷ്ട്രപതിയുടെ ശമ്പളവും അലവൻസുകളും. 2. ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും ശമ്പളവും അലവൻസുകളും. 3. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളവും അലവൻസുകളും പെൻഷനുകളും. 4. ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ശമ്പളവും അലവൻസുകളും പെൻഷനുകളും. മുകളിൽ പറഞ്ഞവയെല്ലാം 1, 2, 3, 4. ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ചുമത്തിയിട്ടുള്ള ചെലവുകൾക്ക് പാർലമെന്റിന്റെ വോട്ടിംഗ് ആവശ്യമില്ല. രാഷ്ട്രപതി, ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, സുപ്രീം കോടതി ജഡ്ജിമാർ, CAG എന്നിവരുടെ ശമ്പളവും അലവൻസുകളും പെൻഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഇത് ഈ സ്ഥാപനങ്ങളുടെയും പദവികളുടെയും സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നു. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് പാർലമെന്റിനും സംസ്ഥാന നിയമനിർമ്മാണ സഭകൾക്കും കണ്ടിൻജൻസി ഫണ്ടുകൾ രൂപീകരിക്കാൻ അധികാരം നൽകുന്നത്? അനുച്ഛേദം 267. അനുച്ഛേദം 267 പ്രകാരം അപ്രതീക്ഷിത ചെലവുകൾ നേരിടുന്നതിനായി പാർലമെന്റിന് ഇന്ത്യയുടെ കണ്ടിൻജൻസി ഫണ്ടും സംസ്ഥാന നിയമസഭകൾക്ക് സംസ്ഥാന കണ്ടിൻജൻസി ഫണ്ടും സ്ഥാപിക്കാൻ കഴിയും. ഈ ഫണ്ട് രാഷ്ട്രപതിയുടെ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഗവർണറുടെ സംസ്ഥാനത്തിൽ നിയന്ത്രണത്തിലാണ്. ഇന്ത്യയുടെ കണ്ടിൻജൻസി ഫണ്ട് എങ്ങനെയാണ് രൂപീകരിച്ചിരിക്കുന്നത്? 1950 കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ് ഇന്ത്യയുടെ കണ്ടിൻജൻസി ഫണ്ട് രൂപീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ കണ്ടിൻജൻസി ഫണ്ട് 1950 നിയമപ്രകാരം രൂപീകരിച്ചിട്ടുള്ളതും അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ സർക്കാരിന് സാമ്പത്തിക സഹായം നൽകുന്നതുമാണ്. രാഷ്ട്രപതിയുടെ കീഴിലാണ് ഈ ഫണ്ട് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവും അനുച്ഛേദങ്ങളുമാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്, കൂടാതെ അത് ആരൊക്കെ അടങ്ങുന്നതാണ്? ഭാഗം 6 അനുച്ഛേദങ്ങൾ 153 മുതൽ 167 വരെ. സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിസഭ, അഡ്വക്കേറ്റ് ജനറൽ എന്നിവർ ഉൾപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 6 അനുച്ഛേദങ്ങൾ 153 മുതൽ 167 വരെയാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ ഭരണനിർവഹണ ചുമതല ഗവർണറിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്, എന്നാൽ യഥാർത്ഥ അധികാരം മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ചേർന്നാണ് വിനിയോഗിക്കുന്നത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ തലവൻ ആരാണ്? ഗവർണർ. ഒരു സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ തലവൻ ഗവർണറാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 153 അനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും ഒരു ഗവർണർ ഉണ്ടായിരിക്കണം. ഒരു സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുടെ തലവൻ ആരാണ്? ഗവർണർ. അനുച്ഛേദം 154 അനുസരിച്ച് ഒരു സംസ്ഥാനത്തിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും ഗവർണറിൽ നിക്ഷിപ്തമാണ്. ഗവർണർ ഈ അധികാരങ്ങൾ നേരിട്ടോ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ വഴിയോ വിനിയോഗിക്കുന്നു. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഓരോ സംസ്ഥാനത്തിനും ഒരു ഗവർണർ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്? അനുച്ഛേദം 153. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 153 പ്രകാരം ഓരോ സംസ്ഥാനത്തിനും ഒരു ഗവർണർ ഉണ്ടായിരിക്കണം. കൂടാതെ 1956 7ാം ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് 2 അതിലധികമോ സംസ്ഥാനങ്ങളുടെ ഗവർണറായി പ്രവർത്തിക്കാൻ കഴിയും. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഗവർണറായി ഒരേ സമയം നിയമിക്കപ്പെടാൻ കഴിയുമോ? എങ്കിൽ ഏത് ഭേദഗതിയിലൂടെയാണ് ഈ വ്യവസ്ഥ കൂട്ടിച്ചേർത്തത്?
അതെ, ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ തലവനായി ഒരേ സമയം നിയമിക്കപ്പെടാൻ കഴിയും. 1956-ലെ 7ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയാണ് ഈ വ്യവസ്ഥ കൂട്ടിച്ചേർത്തത്. 1956-ലെ 7ാം ഭരണഘടനാ ഭേദഗതി നിയമം അനുച്ഛേദം 153-ൽ ഒരു ഭേദഗതി വരുത്തി ഒരു വ്യക്തിക്ക് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങളുടെ ഗവർണറായി നിയമിക്കപ്പെടാൻ അനുവാദം നൽകി. ഇത് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയ്ക്ക് ശേഷം ഭരണപരമായ കാര്യക്ഷമത ഉറപ്പാക്കാൻ സഹായിച്ചു. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള പ്രാഥമിക യോഗ്യതകൾ എന്തൊക്കെയാണ്? ആ വ്യക്തി ഇന്ത്യൻ പൗരനായിരിക്കണം, കൂടാതെ 35 വയസ്സ് പൂർത്തിയാക്കിയിരിക്കണം. ഒരു വ്യക്തിയെ ഗവർണറായി നിയമിക്കുന്നതിന് ഭരണഘടനാ അനുച്ഛേദം 157-ൽ 2 പ്രധാന യോഗ്യതകൾ നിഷ്കർഷിക്കുന്നു. ഇന്ത്യൻ പൗരത്വം, 35 വയസ്സ് പൂർത്തിയാക്കിയിരിക്കണം. മറ്റ് നിബന്ധനകൾ അനുച്ഛേദം 158-ൽ പ്രതിപാദിക്കുന്നു. ഗവർണർ പദവി വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമസഭാംഗത്വത്തെക്കുറിച്ചുള്ള ഒരു നിബന്ധന എന്താണ്? ഗവർണർ പാർലമെന്റിന്റെ ഒരു സഭയിലോ ഏതെങ്കിലും സംസ്ഥാന നിയമസഭയിലോ അംഗമായിരിക്കരുത്. അങ്ങനെയൊരു അംഗത്തെ ഗവർണറായി നിയമിച്ചാൽ അദ്ദേഹം ഓഫീസ് ഏറ്റെടുക്കുന്ന തീയതി മുതൽ ആ സീറ്റ് ഒഴിവായി കണക്കാക്കും. അനുച്ഛേദം 158 അനുസരിച്ച് ഗവർണർ ഒരു നിയമനിർമ്മാണ സഭയുടെയും അംഗമായിരിക്കരുത്. ഇത് ഗവർണറുടെ പദവിയുടെ നിഷ്പക്ഷതയും സ്വതന്ത്ര സ്വഭാവവും ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ്. ബ്രസീൽ എന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? 1822 സെപ്റ്റംബർ 7. ബ്രസീൽ 1822 സെപ്റ്റംബർ 7-ന് പോർച്ചുഗലിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. പോർച്ചുഗൽ രാജകുമാരനായിരുന്ന ഡോം പെഡ്രോ ഒന്നാമൻ ഇപിരംഗ നദിക്കരയിൽ വെച്ച് നടത്തിയ ഗ്രിറ്റോ ഡോ ഇപിരംഗയുടെ നിലവിളി പ്രഖ്യാപനമാണ് ഇതിനു വഴിയൊരുക്കിയത്. ഗവർണർ പദവി വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലാഭകരമായ പദവിയെക്കുറിച്ചുള്ള ഒരു നിബന്ധന എന്താണ്? ഗവർണർ ഒരു ലാഭകരമായ പദവിയും വഹിക്കരുത്. അനുച്ഛേദം 158 പ്രകാരം ഗവർണർ ഒരു ലാഭകരമായ പദവിയും വഹിക്കാൻ പാടില്ല. ഇത് ഗവർണറുടെ പദവിയുടെ സമഗ്രതയും ഉത്തരവാദിത്തവും നിലനിർത്തുന്നതിന് അത്യാവശ്യമാണ്. അതുവഴി തീരുമാനങ്ങൾ നിഷ്പക്ഷമായി എടുക്കാൻ സാധിക്കുന്നു. ബൊളീവിയ എന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? 1825 ഓഗസ്റ്റ് 6. ബൊളീവിയ 1825 ഓഗസ്റ്റ് 6-ന് സ്പാനിഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. സിമോൺ ബൊളീവറുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യസമരത്തിലെ വിജയകരമായ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനം നടന്നത്. ഒരു ഗവർണറുടെ ശമ്പളവും അലവൻസുകളും അവരുടെ കാലാവധിക്കുള്ളിൽ കുറയ്ക്കാൻ കഴിയുമോ? ഇല്ല, ഒരു ഗവർണറുടെ ശമ്പളവും അലവൻസുകളും അവരുടെ കാലാവധിക്കുള്ളിൽ കുറയ്ക്കാൻ കഴിയില്ല. ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഗവർണറുടെ ശമ്പളവും അലവൻസുകളും അവരുടെ കാലാവധിക്കിടെ കുറയ്ക്കാൻ സാധിക്കുകയില്ല. ഇത് അവരുടെ പദവിയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനുള്ള ഒരു സുരക്ഷാ വ്യവസ്ഥയാണ്. ധനകാര്യ അടിയന്തരാവസ്ഥ ഒഴികെയുള്ള സാഹചര്യങ്ങളിൽ ഇത്തരം വ്യവസ്ഥകൾ സാധാരണയായി ബാധകമാണ്. ഉറുഗ്വായ് എന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? 1825 ഓഗസ്റ്റ് 25. ഉറുഗ്വായ് 1825 ഓഗസ്റ്റ് 25-ന് ബ്രസീലിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. 33 കിഴക്കൻ നേതാക്കൾ ട്രെന്റ വായ് ട്രേസ് ഓറിയന്റൽസ് എന്ന് അറിയപ്പെടുന്ന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രഖ്യാപനം നടന്നത്. ഇത് പിന്നീട് അർജന്റീനയുമായി ഒരു യുദ്ധത്തിന് കാരണമായി. ഒരു സംസ്ഥാനത്തെ ഗവർണറെ എങ്ങനെയാണ് നിയമിക്കുന്നത്? ഏത് അനുച്ഛേദപ്രകാരം? ഇന്ത്യൻ ഭരണഘടനയുടെ 155-ാം അനുച്ഛേദപ്രകാരം രാഷ്ട്രപതി തന്റെ കൈയൊപ്പും മുദ്രയുമുള്ള ഒരു നിയമനപത്രം വഴി ഒരു സംസ്ഥാനത്തെ ഗവർണറെ നിയമിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 155-ാം അനുച്ഛേദമനുസരിച്ച് രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. ബെൽജിയം എന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? 1831 ജൂലൈ 21. നെതർലാൻഡ്സ് യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് ബെൽജിയം 1831 ജൂലൈ 21-ന് സ്വാതന്ത്ര്യം നേടി. 1830-ലെ ബെൽജിയൻ വിപ്ലവത്തിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. പിന്നീട് ലിയോപോൾഡ് ഒന്നാമൻ അവരുടെ ആദ്യത്തെ രാജാവായി സ്ഥാനമേറ്റു. ഒരു ഗവർണറുടെ സാധാരണ കാലാവധി എത്ര വർഷമാണ്? ഒരു ഗവർണറെ 5 വർഷത്തെ കാലാവധിയിലേക്കാണ് നിയമിക്കുന്നത്. സാധാരണഗതിയിൽ ഗവർണറുടെ ഔദ്യോഗിക കാലാവധി 5 വർഷമാണ്. എന്നിരുന്നാലും രാഷ്ട്രപതിയുടെ തൃപ്തിക്ക് വിധേയമായിരിക്കുന്നതിനാൽ ഈ കാലാവധിക്ക് മുൻപ് അദ്ദേഹത്തെ നീക്കം ചെയ്യാനോ സ്ഥലം മാറ്റാനോ സാധിക്കും.
ലൈബീരിയ എന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? 1847 ജൂലൈ 26. ലൈബീരിയ 1847 ജൂലൈ 26 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അമേരിക്കൻ കോളനൈസേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഈ രാജ്യം ആഫ്രിക്കയിലെ ഏറ്റവും പഴയ സ്വതന്ത്ര റിപ്പബ്ലിക്കുകളിൽ ഒന്നാണ്. ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ ഔദ്യോഗിക കാലാവധിയുടെ സ്വഭാവം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 156(1) അനുച്ഛേദമനുസരിച്ച് ഗവർണർ രാഷ്ട്രപതിയുടെ തൃപ്തിക്ക് വിധേയനായിരിക്കുന്നിടത്തോളം കാലം പദവിയിൽ തുടരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 156(1) അനുച്ഛേദമനുസരിച്ച് ഗവർണറുടെ കാലാവധി രാഷ്ട്രപതിയുടെ തൃപ്തിക്ക് വിധേയമാണ്. അതായത് രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും ഗവർണറെ നീക്കം ചെയ്യാനോ സ്ഥലം മാറ്റാനോ അധികാരമുണ്ട്. കാനഡ എന്നാണ് ഒരു ഡൊമിനിയൻ ആയത്? 1867 ജൂലൈ 1. കാനഡ ബ്രിട്ടീഷ് നോർത്ത് അമേരിക്കൻ ആക്ട് വഴി 1867 ജൂലൈ 1 ഒരു ഡൊമിനിയനായി മാറി. ഈ ദിനം കാനഡ ദിനമായി ആഘോഷിക്കപ്പെടുന്നു. ഇത് കനേഡിയൻ കോൺഫെഡറേഷന്റെ ആരംഭം കുറിച്ചു. ഗവർണർ ആർക്കാണ് രാജി സമർപ്പിക്കേണ്ടത്? ഗവർണർ തങ്ങളുടെ രാജി രാഷ്ട്രപതിക്കാണ് സമർപ്പിക്കുന്നത്. ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയായതിനാൽ ഗവർണർക്ക് തങ്ങളുടെ പദവി ഒഴിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ രാജി രാഷ്ട്രപതിക്ക് സമർപ്പിക്കണം. ഇത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ഗവർണറുടെ പങ്കാളിത്തത്തെ എടുത്തുകാണിക്കുന്നു. റൊമാനിയ എപ്പോഴാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1877 മെയ് 10. 1877 മെയ് 10 റൊമാനിയ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തെ റഷ്യൻ തുർക്കി യുദ്ധം 1877 മുതൽ 1878 വരെ തുടർന്നുണ്ടായ ബെർലിൻ ഉടമ്പടി 1878 ഔദ്യോഗികമായി അംഗീകരിച്ചു. ആധുനിക റൊമാനിയൻ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു ഇത്. ഒരു സംസ്ഥാനത്തെ ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ബന്ധപ്പെട്ട സംസ്ഥാന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസോ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ആ ഹൈക്കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജിയോ ആണ് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 159 അനുച്ഛേദമനുസരിച്ചാണ് ഗവർണറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഇത് സംസ്ഥാനത്തെ നീതിന്യായ വ്യവസ്ഥയുമായുള്ള ഗവർണറുടെ ബന്ധത്തെയും പദവിയുടെ പ്രാധാന്യത്തെയും സൂചിപ്പിക്കുന്നു. ഫിലിപ്പീൻസ് എപ്പോഴാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1898 ജൂൺ 12. 1898 ജൂൺ 12 ജനറൽ എമിലിയോ അഗിനാൾഡോ കാവിഡിൽ വെച്ച് സ്പെയിനിൽ നിന്ന് ഫിലിപ്പീൻസിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഫിലിപ്പീൻസിന്റെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയതും ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചതും ഈ ദിവസമാണ്. ഇത് ഫിലിപ്പീൻ വിപ്ലവത്തിന്റെ ഒരു സുപ്രധാന നിമിഷമായിരുന്നു. ഒരു ഗവർണറുടെ പ്രതിമാസ ശമ്പളം എത്രയാണ്? ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കുകയാണെങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടും? ഗവർണർക്ക് പ്രതിമാസം 3,50,000 രൂപ ശമ്പളമായി ലഭിക്കുന്നു. രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കുകയാണെങ്കിൽ രാഷ്ട്രപതിയുടെ ഉത്തരവ് പ്രകാരം നിർണയിക്കപ്പെടുന്ന ഒരു അധിക ശമ്പളവും ലഭിക്കാം. അത് സംസ്ഥാനങ്ങൾക്കിടയിൽ പങ്കിടും. നിലവിൽ ഒരു ഗവർണറുടെ പ്രതിമാസ ശമ്പളം 3,50,000 രൂപയാണ്. ഒരു ഗവർണറെ ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ചുമതല ഏൽപ്പിക്കുമ്പോൾ അധിക ശമ്പളം രാഷ്ട്രപതിയുടെ നിർദ്ദേശാനുസരണം ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾക്കിടയിൽ വീതിച്ചെടുക്കുന്നു. ക്യൂബക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1902 മെയ് 20. 1902 മെയ് 20 ക്യൂബ ഔദ്യോഗികമായി സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ഏകദേശം 4 നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന സ്പാനിഷ് ഭരണത്തിന് അന്ത്യം കുറിച്ചു. ക്യൂബൻ വിപ്ലവത്തിന്റെ വിജയത്തെ തുടർന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സൈന്യം ക്യൂബയിൽ നിന്ന് പിന്മാറിയതും ഈ ദിവസമാണ്. എന്നിരുന്നാലും പ്ലാറ്റ് ഭേദഗതിയിലൂടെ അമേരിക്കയുടെ സ്വാധീനം തുടർന്നു. പനാമയ്ക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1903 നവംബർ 3. 1903 നവംബർ 3 പനാമ കൊളംബിയയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. പനാമ കനാൽ നിർമ്മാണത്തിൽ താൽപ്പര്യമുണ്ടായിരുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പിന്തുണയോടെയാണ് ഈ വേർപിരിയൽ നടന്നത്. ഈ സംഭവം പനാമയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവായിരുന്നു. ഇത് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അതിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കി. ബൾഗേറിയ എപ്പോഴാണ് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1908 സെപ്റ്റംബർ 22.
1908 സെപ്റ്റംബർ 22 ബൾഗേറിയൻ ഭരണാധികാരി ഫെർഡിനാൻഡ് ഒന്നാമൻ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് രാജ്യത്തിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. 1878 ബെർലിൻ ഉടമ്പടി പ്രകാരം ഒരു സ്വയംഭരണ പ്രിൻസിപ്പാലിറ്റിയായിരുന്ന ബൾഗേറിയയുടെ രാജകീയ ഭരണത്തിൻ കീഴിലുള്ള ഒരു സ്വതന്ത്ര രാജ്യത്തിലേക്കുള്ള പരിവർത്തനത്തെ ഇത് അടയാളപ്പെടുത്തി. മംഗോളിയ എപ്പോഴാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1911 ഡിസംബർ 29. 1911 ഡിസംബർ 29 മംഗോളിയ ക്വിങ് രാജവംശത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ക്വിങ് രാജവംശത്തിന്റെ തകർച്ചയുടെയും ബോബ്ഡ് ഖാൻ എട്ടാമന്റെ കീഴിലുള്ള തങ്ങളുടെ സ്വയംഭരണത്തിന്റെ പ്രഖ്യാപനത്തെയും ഇത് അടയാളപ്പെടുത്തി. എന്നിരുന്നാലും അന്താരാഷ്ട്ര അംഗീകാരം പൂർണ്ണമായി ലഭിക്കാൻ കുറച്ചുകാലമെടുത്തു. അൽബേനിയ എപ്പോഴാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1912 നവംബർ 28. 1912 നവംബർ 28 വ്ളോറയിൽ വെച്ച് അൽബേനിയ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ബാൽക്കൺ യുദ്ധങ്ങൾക്കിടയിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ തുടർന്ന് യൂറോപ്പിലെ അവസാനത്തെ രാഷ്ട്രങ്ങളിലൊന്നായി ഇത് സ്വാതന്ത്ര്യം നേടിയത്. അൽബേനിയൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വിജയകരമായ പരിസമാപ്തിയായിരുന്നു ഇത്. ഫിൻലൻഡ് എപ്പോഴാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1917 ഡിസംബർ 6. 1917 ഡിസംബർ 6 ഫിൻലൻഡ് റഷ്യയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെയും റഷ്യൻ വിപ്ലവത്തിന്റെയും പശ്ചാത്തലത്തിൽ ഫിൻലൻഡിന് അതിന്റെ സ്വയംഭരണാവകാശം ഉറപ്പാക്കാൻ കഴിഞ്ഞു. ഈ തീയതി ഫിൻലൻഡിന്റെ ദേശീയ ദിനമായി ആഘോഷിക്കപ്പെടുന്നു. ലിത്വാനിയ എപ്പോഴാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1918 ഫെബ്രുവരി 16. 1918 ഫെബ്രുവരി 16 ലിത്വാനിയൻ കൗൺസിൽ വിൽനിയസിൽ വെച്ച് റഷ്യൻ സാമ്രാജ്യത്തിൽ നിന്നും ജർമ്മൻ സാമ്രാജ്യത്തിൽ നിന്നുമുള്ള രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലിത്വാനിയൻ രാഷ്ട്രത്തിന്റെ പുനഃസ്ഥാപനത്തെ ഈ പ്രഖ്യാപനം അടയാളപ്പെടുത്തി. എസ്റ്റോണിയ എപ്പോഴാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1918 ഫെബ്രുവരി 24. 1918 ഫെബ്രുവരി 24 എസ്റ്റോണിയ റഷ്യൻ സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഒന്നാം ലോകമഹായുദ്ധത്തിലും റഷ്യൻ വിപ്ലവത്തിലും നിന്നുള്ള രാഷ്ട്രീയ അസ്ഥിരതയുടെ ഫലമായിരുന്നു ഇത്. ഇത് എസ്റ്റോണിയൻ റിപ്പബ്ലിക്കിന്റെ സ്ഥാപനത്തിലേക്ക് നയിച്ചു. ജോർജിയ എപ്പോഴാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1918 മെയ് 26. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ അവസാനത്തോടടുത്ത് റഷ്യൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ തുടർന്ന് 1918 മെയ് 26 ട്രാൻസ്കാക്കേഷ്യൻ ഫെഡറേറ്റീവ് റിപ്പബ്ലിക്കിൽ നിന്ന് വേർപിരിഞ്ഞ് ജോർജിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇത് ജോർജിയൻ ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ രൂപീകരണത്തിന് വഴിയൊരുക്കി. അർമേനിയ എപ്പോഴാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1918 മെയ് 28. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് റഷ്യൻ സാമ്രാജ്യത്തിന്റെ പതനത്തെ തുടർന്ന് രൂപപ്പെട്ട ട്രാൻസ്കാക്കേഷ്യൻ ഫെഡറേറ്റീവ് റിപ്പബ്ലിക് പിരിഞ്ഞുപോയതിനു ശേഷം 1918 മെയ് 28 അർമേനിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ഇത് അർമേനിയയുടെ ആദ്യത്തെ റിപ്പബ്ലിക്കിന് തുടക്കം കുറിച്ചു. അസർബൈജാൻ എപ്പോഴാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1918 മെയ് 28. ട്രാൻസ്കാക്കേഷ്യൻ ഡെമോക്രാറ്റിക് ഫെഡറേറ്റീവ് റിപ്പബ്ലിക് പിരിച്ചുവിട്ടതിനു ശേഷം 1918 മെയ് 28 അസർബൈജാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ഇത് ആദ്യത്തെ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായ അസർബൈജാൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന് രൂപം നൽകി. ചെക്കോസ്ലോവാക്യ എപ്പോഴാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1918 ഒക്ടോബർ 28. ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തിന്റെ പതനത്തെ തുടർന്ന് ചെക്ക് സ്ലോവാക് ജനത 1918 ഒക്ടോബർ 28 ചെക്കോസ്ലോവാക്യ എന്ന സ്വതന്ത്ര രാജ്യം സ്ഥാപിച്ചു. ഈ ദിനം രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. പോളണ്ട് എപ്പോഴാണ് സ്വാതന്ത്ര്യം തിരിച്ചുപിടിച്ചത്? 1918 നവംബർ 11. 123 വർഷത്തെ വിഭജനത്തിനു ശേഷം ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ അവസാനത്തിൽ 1918 നവംബർ 11 പോളണ്ട് സ്വാതന്ത്ര്യം തിരിച്ചുപിടിച്ചത്. പോളിഷ് രാജ്യത്തിന് ഇതൊരു പുനർജന്മമായിരുന്നു. ലാത്വിയ എപ്പോഴാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1918 നവംബർ 18.
ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം റഷ്യൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ തുടർന്ന് 1918 നവംബർ 18-നാണ് ലാത്വിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. റിഗയിലെ ലാത്വിയൻ നാഷണൽ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ ലാത്വിയയുടെ പീപ്പിൾസ് കൗൺസിൽ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. യുക്രൈൻ എപ്പോഴാണ് റഷ്യയിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1919 ജനുവരി 22. 1919 ജനുവരി 22-ന് യുക്രൈനിയൻ പീപ്പിൾസ് റിപ്പബ്ലിക് റഷ്യയിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ആക്ട് ഓഫ് യൂണിയൻ വഴി പടിഞ്ഞാറൻ യുക്രൈനിയൻ പീപ്പിൾസ് റിപ്പബ്ലിക്കുമായി ലയിച്ച് ഒരു ഏകീകൃത യുക്രൈനിയൻ സംസ്ഥാനം രൂപീകരിക്കുന്നതിനും ഇത് കാരണമായി. അഫ്ഗാനിസ്ഥാൻ എപ്പോഴാണ് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത്? 1919 ഓഗസ്റ്റ് 19. മൂന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിനുശേഷം റാവൽപിണ്ടി ഉടമ്പടി പ്രകാരം 1919 ഓഗസ്റ്റ് 19-നാണ് അഫ്ഗാനിസ്ഥാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത്. അഫ്ഗാനിസ്ഥാനിൽ ഈ ദിനം സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നു. റിപ്പബ്ലിക് ഓഫ് തുർക്കി എപ്പോഴാണ് പ്രഖ്യാപിക്കപ്പെട്ടത്? 1923 ഒക്ടോബർ 29. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിനുശേഷം മുസ്തഫ കെമാൽ അറ്റാതുർക്കിന്റെ നേതൃത്വത്തിൽ നടന്ന തുർക്കി സ്വാതന്ത്ര്യസമരത്തെ തുടർന്ന് 1923 ഒക്ടോബർ 29-നാണ് റിപ്പബ്ലിക് ഓഫ് തുർക്കി പ്രഖ്യാപിക്കപ്പെട്ടത്. അറ്റാതുർക്ക് ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. ദക്ഷിണാഫ്രിക്കയ്ക്ക് നിയമനിർമ്മാണ സ്വാതന്ത്ര്യം ലഭിച്ചത് എപ്പോഴാണ്? 1931 ഡിസംബർ 11. 1931 ഡിസംബർ 11-ന് നിലവിൽ വന്ന വെസ്റ്റ്മിൻസ്റ്റർ നിയമപ്രകാരമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് നിയമനിർമ്മാണ സ്വാതന്ത്ര്യം ലഭിച്ചത്. ഈ നിയമം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ ഡൊമിനിയനുകൾക്ക് സ്വന്തം നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം നൽകി ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഇടപെടൽ കുറച്ചു. ഇറാഖിന് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1932 ഒക്ടോബർ 3. ഇറാഖ് ബ്രിട്ടീഷ് മാൻഡേറ്റിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1932 ഒക്ടോബർ 3-നാണ്. ഇത് ആധുനിക ഇറാഖ് രാജ്യത്തിന്റെ രൂപീകരണത്തെയും ലീഗ് ഓഫ് നേഷൻസിൽ അംഗമായതിനെയും അടയാളപ്പെടുത്തുന്നു. ലെബനന് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1943 നവംബർ 22. ഫ്രഞ്ച് മാൻഡേറ്റിന് കീഴിലായിരുന്ന ലെബനൻ 1943 നവംബർ 22-ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടി. ഈ ദിവസം ലെബനന്റെ ദേശീയ ദിനമായി ആചരിക്കുന്നു. ഗവർണറുടെ മാപ്പ് നൽകാനുള്ള അധികാരത്തെക്കുറിച്ച് 2021 ഓഗസ്റ്റിൽ സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണം എന്തായിരുന്നു? 2021 ഓഗസ്റ്റിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഒരു സംസ്ഥാനത്തിലെ ഗവർണർക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഉൾപ്പെടെ തടവുകാർ 14 വർഷത്തെ തടവ് ശിക്ഷ പൂർത്തിയാക്കുന്നതിനു മുൻപ് പോലും മാപ്പ് നൽകാമെന്നാണ്. 2021-ലെ സുപ്രീം കോടതി വിധി ഗവർണറുടെ മാപ്പ് നൽകാനുള്ള അധികാരത്തിന്റെ വ്യാപ്തി കൂടുതൽ വ്യക്തമാക്കുന്നു. തടവുകാർ കുറഞ്ഞത് 14 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചിരിക്കണം എന്ന വ്യവസ്ഥ വധശിക്ഷ ഉൾപ്പെടെയുള്ള കേസുകളിൽ പോലും ഗവർണറുടെ മാപ്പ് നൽകാനുള്ള അധികാരത്തെ ബാധിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഈ വിധി ഭരണഘടനയുടെ അനുച്ഛേദം 161-ന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. സംസ്ഥാന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നതിൽ ഗവർണർക്ക് എന്തു പങ്കാണുള്ളത്? സംസ്ഥാന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രപതി ഗവർണറുമായി കൂടിയാലോചിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 217 പ്രകാരം ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമനം രാഷ്ട്രപതിയാണ് നടത്തുന്നത്. എന്നാൽ ഈ നിയമനത്തിനു മുൻപ് രാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ബന്ധപ്പെട്ട സംസ്ഥാന ഗവർണർ, കൂടാതെ ചീഫ് ജസ്റ്റിസ് അല്ലാത്ത മറ്റ് ജഡ്ജിമാരുടെ കാര്യത്തിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരുമായി കൂടിയാലോചിക്കേണ്ടതുണ്ട്. ഇത് നിയമന പ്രക്രിയയിൽ സംസ്ഥാനത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു. സൈനിക കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെ കാര്യത്തിൽ മാപ്പ് നൽകാനുള്ള അധികാരം ഗവർണർക്കുണ്ടോ? ഇല്ല, സൈനിക കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെ കാര്യത്തിൽ മാപ്പ് നൽകാനുള്ള അധികാരം ഗവർണർക്കില്ല. ഗവർണറുടെ മാപ്പ് നൽകാനുള്ള അധികാരം അനുച്ഛേദം 161 സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ അധികാരപരിധിയിൽ വരുന്ന നിയമങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്കാണ്. സൈനിക കോടതികൾ പുറപ്പെടുവിക്കുന്ന വിധികൾക്ക് മാപ്പ് നൽകാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് മാത്രമാണ് ഉള്ളത്. അനുച്ഛേദം 72. ഇത് രാഷ്ട്രപതിയുടെ വിശാലമായ മാപ്പ് നൽകാനുള്ള അധികാരത്തിന്റെ ഭാഗമാണ്. സംസ്ഥാന നിയമസഭയിൽ ഒരു ധനബിൽ അവതരിപ്പിക്കുന്നതിന് ഗവർണറുടെ മുൻകൂർ അനുമതി ആവശ്യമാണോ?
അതെ, ഗവർണറുടെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു ധനബിൽ സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 207 പ്രകാരം ഒരു ധനബിൽ സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനു മുൻപ് ഗവർണറുടെ ശുപാർശ അനിവാര്യമാണ്. ഇത് ധനബില്ലുകളുടെ പ്രത്യേക സ്വഭാവവും സാമ്പത്തിക കാര്യങ്ങളിലുള്ള ഗവർണറുടെ പരോക്ഷ പങ്കാളിത്തവും എടുത്തുകാണിക്കുന്നു. കേന്ദ്രത്തിൽ രാഷ്ട്രപതിക്ക് സമാനമായ അധികാരമാണ് സംസ്ഥാനങ്ങളിൽ ഗവർണർക്കുള്ളത്. ഏത് അനുച്ഛേദപ്രകാരമാണ് ഗവർണർ സംസ്ഥാനത്തിന്റെ വാർഷിക സാമ്പത്തിക പ്രസ്താവന, ബജറ്റ്, നിയമസഭയിൽ വെക്കുന്നത്? ഗവർണർ ഓരോ സാമ്പത്തിക വർഷവും ആർട്ടിക്കിൾ 202 പ്രകാരം സംസ്ഥാനത്തിന്റെ വാർഷിക സാമ്പത്തിക പ്രസ്താവന, ബജറ്റ്, നിയമസഭയിൽ വെക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 202 അനുച്ഛേദമാണ് സംസ്ഥാന ബജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓരോ സാമ്പത്തിക വർഷത്തിലും സംസ്ഥാനത്തിന്റെ വരവ് ചെലവ് കണക്കുകളടങ്ങിയ വാർഷിക സാമ്പത്തിക പ്രസ്താവന നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട ചുമതല ഗവർണർക്കാണ്. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുന്നു. ദക്ഷിണ കൊറിയ ജാപ്പനീസ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ആഘോഷിച്ചത് എപ്പോഴാണ്? 1945 ഓഗസ്റ്റ് 15. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാന്റെ കീഴടങ്ങലിനെ തുടർന്ന് 1945 ഓഗസ്റ്റ് 15 കൊറിയ ജാപ്പനീസ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് മോചിതമായി. ദക്ഷിണ കൊറിയ ഈ ദിവസം ഗ്വാങ്ബോക്ജിയോൾ പ്രകാശത്തിന്റെ പുനഃസ്ഥാപന ദിനം ആയി ആഘോഷിക്കുന്നു. ഉത്തര കൊറിയ ജാപ്പനീസ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ആഘോഷിച്ചത് എപ്പോഴാണ്? 1945 ഓഗസ്റ്റ് 15. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാന്റെ പരാജയത്തെ തുടർന്ന് 1945 ഓഗസ്റ്റ് 15 കൊറിയ ജാപ്പനീസ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് മോചിതമായി. ഉത്തര കൊറിയ ഈ ദിവസം ചോഗുക ഹൈബാങ്വി നാൾ മാതൃരാജ്യ വിമോചന ദിനം ആയി ആഘോഷിക്കുന്നു. വിയറ്റ്നാം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1945 സെപ്റ്റംബർ 2. വിയറ്റ്നാം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അതിന്റെ സ്വാതന്ത്ര്യം ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് പ്രഖ്യാപിച്ചത് 1945 സെപ്റ്റംബർ 2-നാണ്. ഹോ ചി മിനാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ജോർദാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് എപ്പോഴാണ്? 1946 മെയ് 25. ബ്രിട്ടീഷ് മാൻഡേറ്റിന് കീഴിലായിരുന്ന ട്രാൻസ്ജോർദാൻ 1946 മെയ് 25 പൂർണ്ണ സ്വാതന്ത്ര്യം നേടി ഹാഷെമിറ്റ് കിങ്ഡം ഓഫ് ട്രാൻസ്ജോർദാൻ ആയി മാറി. ഈ ദിവസം ജോർദാന്റെ ദേശീയ ദിനമായി ആചരിക്കുന്നു. സിറിയ പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് എപ്പോഴാണ്? 1946 ഏപ്രിൽ 17. ഫ്രഞ്ച് മാൻഡേറ്റിന് കീഴിലായിരുന്ന സിറിയ 1946 ഏപ്രിൽ 17 പൂർണ്ണ സ്വാതന്ത്ര്യം നേടി. ഇത് സിറിയൻ റിപ്പബ്ലിക്കിന്റെ രൂപീകരണത്തെയും ഫ്രഞ്ച് സൈന്യത്തിന്റെ പൂർണ്ണമായ പിൻവാങ്ങലിനെയും അടയാളപ്പെടുത്തുന്നു. പാകിസ്ഥാന് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1947 ഓഗസ്റ്റ് 14. ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിച്ച് പുതിയ രാജ്യമായ പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടത് 1947 ഓഗസ്റ്റ് 14-നാണ്. ഇസ്ലാം മതത്തെ അടിസ്ഥാനമാക്കി രൂപീകരിക്കപ്പെട്ട ഈ രാഷ്ട്രം മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ ഫലമായിരുന്നു. ഇന്ത്യയ്ക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1947 ഓഗസ്റ്റ് 15. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ഓഗസ്റ്റ് 15-നാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യദിനമാണിത്. ഈ ദിവസം ഇന്ത്യയുടെ ദേശീയ ദിനമായി ആചരിക്കുന്നു. മ്യാൻമറിന് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1948 ജനുവരി 4. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മ്യാൻമർ, അന്നത്തെ ബർമ്മ, സ്വാതന്ത്ര്യം നേടിയത് 1948 ജനുവരി 4-നാണ്. ഈ ദിവസം മ്യാൻമറിന്റെ ദേശീയ ദിനമായി ആചരിക്കുന്നു. ഇസ്രായേൽ രാഷ്ട്രമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. 1948 മെയ് 14. ഇസ്രായേൽ രാഷ്ട്രം 1948 മെയ് 14 പ്രഖ്യാപിക്കപ്പെട്ടു. ഇത് പശ്ചിമേഷ്യയിലെ ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള UN അംഗീകൃത പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഡേവിഡ് ബെൻ ഗുറിയോണായിരുന്നു ആദ്യ പ്രധാനമന്ത്രി. ശ്രീലങ്കയ്ക്ക് എന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു? 1948 ഫെബ്രുവരി 4. ശ്രീലങ്ക, മുൻപ് സിലോൺ, ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് 1948 ഫെബ്രുവരി 4 സ്വാതന്ത്ര്യം നേടി. ഇത് കോമൺവെൽത്ത് ഓഫ് നേഷൻസിന്റെ കീഴിലുള്ള ഒരു ഡൊമിനിയനായിട്ടായിരുന്നു തുടക്കം.
ലിബിയയ്ക്ക് എന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു? 1951 ഡിസംബർ 24. ലിബിയ 1951 ഡിസംബർ 24 UN ജനറൽ അസംബ്ലിയുടെ പ്രമേയത്തെ തുടർന്ന് ഇറ്റാലിയൻ ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. രാജ്യത്തെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ലിബിയ എന്ന് പ്രഖ്യാപിക്കുകയും ഇദ്രിസ് രാജാവ് ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. കംബോഡിയയ്ക്ക് എന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു? 1953 നവംബർ 9. കംബോഡിയ 1953 നവംബർ 9 ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. നോറോഡോം സിഹാനൂക്ക് രാജാവാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി നേതൃത്വം നൽകിയത്. ലാവോസിന് എന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു? 1953 ഒക്ടോബർ 22. ലാവോസ് 1953 ഒക്ടോബർ 22 ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ഇത് ഫ്രഞ്ച് ഇൻഡോചൈനയുടെ ഭാഗമായിരുന്ന ഒരു രാജ്യമാണ്. ഓസ്ട്രിയയ്ക്ക് എന്ന് പൂർണ്ണ പരമാധികാരം തിരികെ ലഭിച്ചു? 1955 ഒക്ടോബർ 26. രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം സഖ്യകക്ഷികളുടെ നിയന്ത്രണത്തിലായിരുന്ന ഓസ്ട്രിയയ്ക്ക് 1955 ഒക്ടോബർ 26 പൂർണ്ണ പരമാധികാരം തിരികെ ലഭിച്ചു. ഓസ്ട്രിയൻ സ്റ്റേറ്റ് ട്രീറ്റി ഒപ്പുവെച്ചതിനെ തുടർന്നായിരുന്നു ഇത്. മൊറോക്കോയ്ക്ക് എന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു? 1955 നവംബർ 18. മൊറോക്കോ 1955 നവംബർ 18 ഫ്രഞ്ച്, സ്പാനിഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. മുഹമ്മദ് അഞ്ചാമൻ സുൽത്താൻ മൊറോക്കോയുടെ സ്വാതന്ത്ര്യത്തിൽ നിർണായക പങ്കുവഹിച്ചു. സുഡാന് എന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു? 1956 ജനുവരി 1. സുഡാൻ 1956 ജനുവരി 1 ഈജിപ്തിന്റെയും ബ്രിട്ടന്റെയും സംയുക്ത ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. അറബ് ലീഗിൽ ചേരുന്ന ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊന്നായി സുഡാൻ മാറി. ടുണീഷ്യയ്ക്ക് എന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു? 1956 മാർച്ച് 20. ടുണീഷ്യ 1956 മാർച്ച് 20 ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ഹബീബ് ബൂർഗിബ ടുണീഷ്യയുടെ ആദ്യത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഗാനയ്ക്ക് എന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു? 1957 മാർച്ച് 6. ഗാന മുൻപ് ഗോൾഡ് കോസ്റ്റ് 1957 മാർച്ച് 6 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ഇത് സബ് സഹാറൻ ആഫ്രിക്കയിൽ സ്വാതന്ത്ര്യം നേടുന്ന ആദ്യത്തെ രാജ്യങ്ങളിലൊന്നായിരുന്നു. ക്വാമെ എൻക്രൂമയായിരുന്നു ആദ്യത്തെ പ്രധാനമന്ത്രി. മലേഷ്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന്? 1957 ഓഗസ്റ്റ് 31. മലേഷ്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് 1957 ഓഗസ്റ്റ് 31 സ്വാതന്ത്ര്യം നേടി. തങ്കു അബ്ദുൾ റഹ്മാനായിരുന്നു സ്വാതന്ത്ര്യാനന്തര മലേഷ്യയുടെ ആദ്യ പ്രധാനമന്ത്രി. ഈ ദിവസം മലേഷ്യയിൽ മെർദേക ദിനം, സ്വാതന്ത്ര്യദിനം ആയി ആഘോഷിക്കുന്നു. ഗിനിയക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന്? 1958 ഒക്ടോബർ 2. ഫ്രഞ്ച് കോളനിയായിരുന്ന ഗിനിയ 1958 ഒക്ടോബർ 2 സ്വാതന്ത്ര്യം നേടി. സെക്കു ടൂറെയായിരുന്നു ഗിനിയയുടെ ആദ്യ പ്രസിഡന്റ്. ഫ്രഞ്ച് കോളനികളിൽ നിന്ന് വേർപെട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയ ആദ്യത്തെ പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായിരുന്നു ഗിനിയ. കാമറൂണിന് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന്? 1960 ജനുവരി 1. ഫ്രഞ്ച് നിയന്ത്രണത്തിലായിരുന്ന കാമറൂൺ 1960 ജനുവരി 1 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ട്രസ്റ്റ് ടെറിട്ടറിയായിരുന്ന പശ്ചിമ കാമറൂൺ 1961 ൽ കാമറൂൺ റിപ്പബ്ലിക്കുമായി ചേർന്നു. അഹമ്മദു അഹിദ്ജോ ആയിരുന്നു ആദ്യ പ്രസിഡന്റ്. സെനഗലിന് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന്? 1960 ഏപ്രിൽ 4. സെനഗൽ ഫ്രാൻസിൽ നിന്ന് 1960 ഏപ്രിൽ 4 സ്വാതന്ത്ര്യം നേടി. മാലി ഫെഡറേഷന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്. ലെസിയോപോൾഡ് സെദാർ സെൻഗോർ ആയിരുന്നു സെനഗലിന്റെ ആദ്യ പ്രസിഡന്റ്. ടോഗോയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന്? 1960 ഏപ്രിൽ 27. ഫ്രഞ്ച് ഭരണത്തിന് കീഴിലായിരുന്ന ടോഗോ 1960 ഏപ്രിൽ 27 സ്വാതന്ത്ര്യം നേടി. ഐക്യരാഷ്ട്രസഭയുടെ ട്രസ്റ്റ് ടെറിട്ടറിയായിരുന്ന ടോഗോലാൻഡിന്റെ ഒരു ഭാഗമായിരുന്നു ഇത്. സിൽവാനസ് ഒളിമ്പിയോ ആയിരുന്നു ടോഗോയുടെ ആദ്യത്തെ പ്രസിഡന്റ്. മഡഗാസ്കറിന് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന്? 1960 ജൂൺ 26.
മഡഗാസ്കർ ഫ്രാൻസിൽ നിന്ന് 1960 ജൂൺ 26 പൂർണ്ണ സ്വാതന്ത്ര്യം നേടി. 1897 മുതൽ ഫ്രഞ്ച് കോളനിയായിരുന്ന മഡഗാസ്കറിന് ഫിലൈബർട്ട് സിരാനയുടെ നേതൃത്വത്തിൽ സ്വയംഭരണം ലഭിക്കുകയും പിന്നീട് പൂർണ്ണ സ്വാതന്ത്ര്യം നേടുകയുമായിരുന്നു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് 1960 ജൂൺ 30. ബെൽജിയൻ കോളനിയായിരുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ 1960 ജൂൺ 30 സ്വാതന്ത്ര്യം നേടി. പാട്രിസ് ലുമുമ്പ ആയിരുന്നു രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയും ജോസഫ് കസാവുബു ആദ്യ പ്രസിഡന്റുമായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം കോങ്കോയിൽ ആഭ്യന്തര സംഘർഷങ്ങൾ ഉടലെടുത്തു. സോമാലിയക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് 1960 ജൂലൈ 1. ബ്രിട്ടീഷ് സോമാലിലാൻഡും ഇറ്റാലിയൻ സോമാലിലാൻഡും ചേർന്ന് 1960 ജൂലൈ 1 ഒരുമിച്ച് സോമാലിയൻ റിപ്പബ്ലിക്കായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളുടെ ഒരു പ്രധാന വർഷമായിരുന്നു 1960. ബെനിനിന് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് 1960 ഓഗസ്റ്റ് 1. ഫ്രഞ്ച് ഭരണത്തിൻ കീഴിലായിരുന്ന ബെനിൻ, മുമ്പ് ദഹോമി, 1960 ഓഗസ്റ്റ് 1 സ്വാതന്ത്ര്യം നേടി. ഹ്യൂബർട്ട് മാഗ ആയിരുന്നു ബെനിന്റെ ആദ്യ പ്രസിഡന്റ്. പശ്ചിമ ആഫ്രിക്കയിലെ ഒരു പ്രധാന രാജ്യമാണ് ബെനിൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത്? അനുച്ഛേദം 280. ഇന്ത്യൻ ഭരണഘടനയുടെ 280-ാം അനുച്ഛേദം ധനകാര്യ കമ്മീഷന്റെ രൂപീകരണത്തിന് വ്യവസ്ഥ ചെയ്യുന്നു. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ നികുതി വരുമാനം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിക്ക് ശുപാർശകൾ നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ധർമ്മം. ഇന്ത്യൻ ധനകാര്യ കമ്മീഷന്റെ പ്രാഥമിക ധർമ്മം എന്താണ്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള വരുമാന വിതരണം സംബന്ധിച്ച് രാഷ്ട്രപതിക്ക് ശുപാർശകൾ നൽകുക. ഇന്ത്യൻ ഭരണഘടനയുടെ 280-ാം അനുച്ഛേദമനുസരിച്ച് രൂപീകരിക്കുന്ന ധനകാര്യ കമ്മീഷന്റെ പ്രധാന ചുമതല കേന്ദ്ര സർക്കാർ ശേഖരിക്കുന്ന നികുതി വരുമാനം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ എങ്ങനെ വിതരണം ചെയ്യണമെന്ന് രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുക എന്നതാണ്. ഇത് രാജ്യത്തെ ധനപരമായ ഫെഡറലിസം നിലനിർത്താൻ സഹായിക്കുന്നു. ധനകാര്യ കമ്മീഷന്റെ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടനയുടെ 280-ാം അനുച്ഛേദപ്രകാരം ധനകാര്യ കമ്മീഷന്റെ ചെയർപേഴ്സണെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കാനുള്ള അധികാരം ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന സമയത്തോ ഇത് രൂപീകരിക്കപ്പെടുന്നു. ആദ്യ ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചത് എപ്പോഴാണ്? ആരായിരുന്നു അതിന്റെ ചെയർമാൻ? 1951-ൽ രൂപീകരിച്ചു. കെ.സി. നിയോഗി ആയിരുന്നു അതിന്റെ ചെയർമാൻ. ഇന്ത്യയുടെ ആദ്യ ധനകാര്യ കമ്മീഷൻ 1951-ൽ രൂപീകൃതമായി. കെ.സി. നിയോഗി ആയിരുന്നു ഈ കമ്മീഷന്റെ അധ്യക്ഷൻ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള വരുമാന വിതരണം സംബന്ധിച്ച ആദ്യത്തെ ഔദ്യോഗിക ശുപാർശകൾ ഈ കമ്മീഷനാണ് സമർപ്പിച്ചത്. 14-ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? വൈ.വി. റെഡ്ഡി. 14-ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ വൈ.വി. റെഡ്ഡി ആയിരുന്നു. ഈ കമ്മീഷൻ 2015 മുതൽ 20 വരെ കാലയളവിലേക്കുള്ള ധനപരമായ ശുപാർശകൾ നൽകി. സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതിയുടെ വിഹിതം 32%-ൽ നിന്ന് 42%-ആയി ഉയർത്താനുള്ള സുപ്രധാന ശുപാർശ ഈ കമ്മീഷൻ നൽകി. 15-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? എൻ.കെ. സിംഗ്. 15-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എൻ.കെ. സിംഗ് ആയിരുന്നു. ഈ കമ്മീഷൻ 2020 മുതൽ 25 വരെ കാലയളവിലേക്കുള്ള ധനപരമായ ശുപാർശകൾ നൽകി. സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതി വിഹിതം 41%-ആയി നിലനിർത്താൻ കമ്മീഷൻ ശുപാർശ ചെയ്തു. 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനാഗരിയ. 2023 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ 16-ാം ധനകാര്യ കമ്മീഷനെ നിയമിച്ചു. പ്രമുഖ സാമ്പത്തിക വിദഗ്ധനായ അരവിന്ദ് പനാഗരിയയാണ് ഈ കമ്മീഷന്റെ ചെയർമാൻ. 2026 മുതൽ 31 വരെ കാലയളവിലേക്കുള്ള കേന്ദ്ര സംസ്ഥാന ധനവിനിയോഗത്തെക്കുറിച്ചുള്ള ശുപാർശകൾ കമ്മീഷൻ സമർപ്പിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് പബ്ലിക് സർവീസ് കമ്മീഷനുകൾക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? അനുച്ഛേദം 315. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 315 കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അതത് പബ്ലിക് സർവീസ് കമ്മീഷനുകൾ
യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകൾ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. സിവിൽ സർവീസ് തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുകയും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നതാണ് ഇവയുടെ പ്രധാന ധർമ്മം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 316 അനുസരിച്ച് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കാനുള്ള അധികാരം ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ്. ഇവരുടെ നിബന്ധനകളും സേവന വ്യവസ്ഥകളും രാഷ്ട്രപതിക്ക് നിർണയിക്കാൻ കഴിയും. UPSC ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നതുവരെ. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നതുവരെയാണ്. ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതായിരിക്കും അവരുടെ ഔദ്യോഗിക കാലാവധി. ഭരണഘടന ഇവരുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാൻ ആർക്കാണ് അധികാരം? സുപ്രീം കോടതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ്. എന്നാൽ ഈ നീക്കം ചെയ്യൽ സുപ്രീം കോടതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇത് കമ്മീഷന്റെ സ്വയംഭരണം ഉറപ്പാക്കുന്ന ഒരു ഭരണഘടനാപരമായ വ്യവസ്ഥയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ SPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർ. ഒരു സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ SPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരാണ്. ഇത് സംസ്ഥാനതല ഭരണനിർവഹണത്തിലെ ഒരു പ്രധാന ഭരണഘടനാപരമായ നിയമനമാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ SPSC ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് തികയുന്നതുവരെ. ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 6 വർഷമോ അല്ലെങ്കിൽ അവർക്ക് 62 വയസ്സ് തികയുന്നതുവരെയോ ആണ്. ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതായിരിക്കും കാലാവധി. ഇത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധിയിൽ നിന്ന് വ്യത്യസ്തമാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ SPSC ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാൻ ആർക്കാണ് അധികാരം? ഇന്ത്യൻ രാഷ്ട്രപതിക്ക്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണറാണെങ്കിലും അവരെ നീക്കം ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ രാഷ്ട്രപതിക്ക് മാത്രമാണ്. ഈ വ്യവസ്ഥ കമ്മീഷന്റെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് ഒരുതരം ഭരണഘടനാപരമായ സംരക്ഷണം നൽകുന്നു. രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്കായി ഒരു സംയുക്ത പബ്ലിക് സർവീസ് കമ്മീഷൻ JSPSC ഏത് അനുച്ഛേദപ്രകാരം രൂപീകരിക്കാൻ സാധിക്കും? അനുച്ഛേദം 315(2). ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 315(2) അനുസരിച്ച് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്കായി പാർലമെന്റിന്റെ നിയമം വഴി ഒരു സംയുക്ത പബ്ലിക് സർവീസ് കമ്മീഷൻ JSPSC രൂപീകരിക്കാൻ സാധിക്കും. ഇത് സംസ്ഥാനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഒരു സംവിധാനമാണ്. ഒരു സംയുക്ത പബ്ലിക് സർവീസ് കമ്മീഷൻ JSPSC ഒരു ഭരണഘടനാ സ്ഥാപനമാണോ അതോ നിയമപരമായ സ്ഥാപനമാണോ? ഇതൊരു നിയമപരമായ സ്ഥാപനമാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി. സംയുക്ത പബ്ലിക് സർവീസ് കമ്മീഷൻ JSPSC പാർലമെന്റ് നിയമം വഴി രൂപീകരിക്കുന്ന ഒന്നാണ്. അതിനാൽ ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, മറിച്ച് ഒരു നിയമപരമായ സ്ഥാപനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു സംയുക്ത പബ്ലിക് സർവീസ് കമ്മീഷൻ JSPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? ഇന്ത്യൻ രാഷ്ട്രപതി. ഒരു സംയുക്ത പബ്ലിക് സർവീസ് കമ്മീഷന്റെ JSPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കാനുള്ള അധികാരം ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ്. ഇത് ഈ കമ്മീഷന്റെ ദേശീയ പ്രാധാന്യം എടുത്തുകാണിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവും അനുച്ഛേദങ്ങളുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഭാഗം 15 അനുച്ഛേദങ്ങൾ 324 മുതൽ 329 വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ 15-ാം ഭാഗം പാർട്ട് 15 അനുച്ഛേദങ്ങൾ 324 മുതൽ 329 വരെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, തിരഞ്ഞെടുപ്പുകൾ, വോട്ടർ പട്ടിക എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നത്.
രാജ്യത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുക എന്നതാണ് ഈ ഭാഗത്തിന്റെ പ്രധാന ലക്ഷ്യം. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ സിഇസി എങ്ങനെയാണ് സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യുന്നത്? സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയെ നീക്കം ചെയ്യുന്ന അതേ രീതിയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ സിഇസി സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിക്രമം സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിന് സമാനമാണ്. ഇത് പാർലമെന്റിലെ ഇരുസഭകളിലും പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള പ്രമേയം പാസാക്കി രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെയാണ്. ഈ വ്യവസ്ഥ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ സ്ഥാനത്തിന് സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നു. മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ എങ്ങനെയാണ് സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യുന്നത്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാം. മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നീക്കം ചെയ്യാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ശുപാർശ മാത്രം മതി. എന്നിരുന്നാലും അന്തിമ തീരുമാനം എടുക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കമ്മീഷൻ പ്രവർത്തനങ്ങളിൽ ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നു. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതൊക്കെ തിരഞ്ഞെടുപ്പുകളാണ് നടത്തുന്നത്? പാർലമെന്റിന്റെ ഇരുസഭകളിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും സ്ഥാനങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 പ്രകാരം സ്ഥാപിതമായ ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. രാജ്യത്തെ പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും മേൽനോട്ടം വഹിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഈ കമ്മീഷനാണ്. സുതാര്യവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ദൗത്യം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ ഏതൊക്കെ തിരഞ്ഞെടുപ്പുകളാണ് നടത്തുന്നത്? ഗ്രാമീണ പഞ്ചായത്തുകളിലേക്കും നഗരങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 കെ 243 ZA എന്നിവ പ്രകാരം രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ്. ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് ഇവയുടെ പ്രധാന ചുമതല. പ്രാദേശിക ജനാധിപത്യം ഉറപ്പാക്കുന്നതിൽ ഇവ നിർണായക പങ്ക് വഹിക്കുന്നു. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നതുവരെ. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നതുവരെയാണ് കാലാവധി. ഈ വ്യവസ്ഥ അവരുടെ സ്ഥാനത്തിന്റെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ പ്രവർത്തനം ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324(2) പ്രകാരം രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണോ അതോ നിയമപരമായ സ്ഥാപനമാണോ? അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. കാരണം ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 നേരിട്ട് പ്രതിപാദിച്ചിരിക്കുന്നു. പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിലൂടെയല്ല ഇത് രൂപീകരിക്കപ്പെട്ടത്, മറിച്ച് ഭരണഘടന തന്നെ അതിന്റെ രൂപീകരണത്തെയും അധികാരങ്ങളെയും കുറിച്ച് വ്യവസ്ഥ ചെയ്യുന്നു. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് സ്ഥാപിതമായത്? 1950 ജനുവരി 25. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 1950 ജനുവരി 25-നാണ് സ്ഥാപിതമായത്, ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ്. ഈ ദിനം എല്ലാ വർഷവും ദേശീയ സമ്മതിദായക ദിനമായി നാഷണൽ വോട്ടേഴ്സ് ഡേ ആചരിക്കുന്നു. സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് രൂപീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ് പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 326. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 326 ലോക്സഭയിലേക്കും ഓരോ സംസ്ഥാനത്തെയും നിയമസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് വ്യക്തമാക്കുന്നു. 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ലിംഗം, മതം, ജാതി, വർഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം കൂടാതെ വോട്ടവകാശമുണ്ട്. ഏത് ഭരണഘടനാ ഭേദഗതി നിയമമാണ് വോട്ട് ചെയ്യാനുള്ള പ്രായം 21-ൽ നിന്ന് 18 വയസ്സായി കുറച്ചത്? 1988-ലെ 61 സ്വരചിഹ്നം ആ മത് ഭരണഘടനാ ഭേദഗതി നിയമം. 1988-ലെ 61 സ്വരചിഹ്നം ആ മത് ഭരണഘടനാ ഭേദഗതി നിയമം 1989-ൽ പ്രാബല്യത്തിൽ വന്നു.
ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഒരു സുപ്രധാന മാറ്റത്തിനു വഴിയൊരുക്കി. ഈ ഭേദഗതിയിലൂടെ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാനുള്ള പ്രായം 21-ൽ നിന്ന് 18 വയസ്സായി കുറച്ചു. ഇത് രാജ്യത്തെ യുവജനങ്ങൾക്ക് രാഷ്ട്രീയ പ്രക്രിയയിൽ കൂടുതൽ പങ്കാളിത്തം നൽകി. നൽകിയിട്ടുള്ള വിവരമനുസരിച്ച് നിലവിൽ ഇന്ത്യയിൽ എത്ര ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരമുണ്ട്? 6. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ദേശീയ പാർട്ടിയെന്ന അംഗീകാരം ലഭിക്കുന്നത്. ഇത് വോട്ട് വിഹിതം, ലോക്സഭാ സീറ്റുകൾ, സംസ്ഥാനങ്ങളിലെ അംഗീകാരം എന്നിവയെ ആശ്രയിച്ചിരിക്കും. 2023 ഏപ്രിൽ വരെ 6 പാർട്ടികൾക്കാണ് ദേശീയ പാർട്ടി പദവിയുണ്ടായിരുന്നത്. എന്നാൽ ഈ സംഖ്യ തിരഞ്ഞെടുപ്പ് പ്രകടനങ്ങളെ അടിസ്ഥാനമാക്കി വ്യത്യാസപ്പെടാം. ചൂല് തിരഞ്ഞെടുപ്പ് ചിഹ്നമായി ഉപയോഗിക്കുന്നതും അംഗീകൃത ദേശീയ പാർട്ടിയുമായ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ആം ആദ്മി പാർട്ടി AAP. ചൂല് തിരഞ്ഞെടുപ്പ് ചിഹ്നമായി ഉപയോഗിക്കുന്ന ആം ആദ്മി പാർട്ടി AAP 2012-ൽ സ്ഥാപിതമായ ഒരു ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടിയാണ്. 2023 ഏപ്രിലിൽ കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി എന്ന പദവി നേടിയതിനെ തുടർന്ന് ആം ആദ്മി പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടിയെന്ന അംഗീകാരം നൽകി. ഡൽഹി, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഈ പാർട്ടിക്ക് ഭരണമുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നത് സുകുമാർ സെൻ ആയിരുന്നു. 1950 മാർച്ച് 21-നാണ് അദ്ദേഹം ഈ പദവിയിൽ നിയമിതനായത്. 1952-ലെയും 1957-ലെയും ആദ്യത്തെ 2 പൊതുതിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആദ്യകാല തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ വിജയകരമായി നടത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? രാജീവ് കുമാർ. രാജീവ് കുമാർ 2022 മെയ് 15-ന് ഇന്ത്യയുടെ 25 സ്വരചിഹ്നം ആമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ 324-ാം അനുച്ഛേദം തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ചും അതിന്റെ അധികാരങ്ങളെക്കുറിച്ചും വ്യവസ്ഥ ചെയ്യുന്നു. ഇന്ത്യയുടെ ഏക വനിതാ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? VS രമാദേവി. VS രമാദേവി 1990 നവംബർ 26 മുതൽ 1990 ഡിസംബർ 11 വരെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി സേവനമനുഷ്ഠിച്ചു. ഈ സ്ഥാനത്തെത്തുന്ന ഏക വനിതയാണ് ഇവർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് താൽക്കാലികവും സംക്രമണപരവും പ്രത്യേകവുമായ വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 21. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 21 ആർട്ടിക്കിൾ 369 മുതൽ 392 വരെ ചില സംസ്ഥാനങ്ങൾക്ക് താൽക്കാലികവും പ്രത്യേകവുമായ വ്യവസ്ഥകൾ നൽകുന്നു. ഇത് പ്രധാനമായും ജമ്മു കാശ്മീർ പോലുള്ള സംസ്ഥാനങ്ങൾക്കായി രൂപീകരിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും മറ്റു ചില സംസ്ഥാനങ്ങൾക്കും ഇതിൽ വ്യവസ്ഥകളുണ്ട്. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 370-ന്റെ പ്രധാന വ്യവസ്ഥകൾ ഏത് തീയതി മുതലാണ് വലിയ തോതിൽ പ്രാബല്യത്തിൽ ഇല്ലാതായത്? 2019 ഓഗസ്റ്റ് 6. 2019 ഓഗസ്റ്റ് 5-ന് ഇന്ത്യൻ സർക്കാർ ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന വ്യവസ്ഥകൾ ഇല്ലാതാക്കുകയും ചെയ്തു. തുടർന്ന് 2019 ഓഗസ്റ്റ് 6-ന് ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് യഥാർത്ഥത്തിൽ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിനു മാത്രമായുള്ള പ്രത്യേക വ്യവസ്ഥകൾ ഉൾക്കൊണ്ടിരുന്നത്? അനുച്ഛേദം 370. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 370 ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന് താൽക്കാലികമായി പ്രത്യേക പദവി നൽകിയിരുന്നു. ഇത് ആ സംസ്ഥാനത്തിന് സ്വന്തമായി ഭരണഘടനയും പ്രതിരോധം, വിദേശകാര്യം, ആശയവിനിമയം എന്നിവ ഒഴികെയുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരവും നൽകിയിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് മഹാരാഷ്ട്ര, ഗുജറാത്ത്, നാഗാലാൻഡ്, അസം തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക വ്യവസ്ഥകൾ നൽകുന്നത്? അനുച്ഛേദം 371 അതിന്റെ ഉപവകുപ്പുകളും 371 AJ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 371 അതിന്റെ ഉപവകുപ്പുകളും 371 A മുതൽ 371 J വരെ ചില പ്രത്യേക സംസ്ഥാനങ്ങളിലെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളുടെ വികസനം, സാംസ്കാരിക സംരക്ഷണം, നിയമസഭകളുടെ പ്രത്യേക അധികാരങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിനായി പ്രത്യേക വ്യവസ്ഥകൾ നൽകുന്നു.
ഇത് ഈ സംസ്ഥാനങ്ങളുടെ തനതായ ആവശ്യങ്ങളെയും സാഹചര്യങ്ങളെയും പരിഗണിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക വ്യവസ്ഥകൾ നൽകുന്നത്? അനുച്ഛേദം 371. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 371 മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളിലെ വികസന ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും ആ പ്രദേശങ്ങളിൽ മതിയായ വിദ്യാഭ്യാസ, തൊഴിൽ അവസരങ്ങൾ ഉറപ്പാക്കുന്നതിനും പ്രത്യേക വ്യവസ്ഥകൾ നൽകുന്നു. ഇത് പ്രാദേശിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ലക്ഷ്യമിടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നാഗാലാൻഡ് സംസ്ഥാനത്തിന് പ്രത്യേക വ്യവസ്ഥകൾ നൽകുന്നത്? അനുച്ഛേദം 371A. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 371A നാഗാലാൻഡിന് സവിശേഷമായ ചില സംരക്ഷണം നൽകുന്നു. നാഗാ പാരമ്പര്യ നിയമങ്ങൾ, മതപരമായ ആചാരങ്ങൾ, ഭൂമിയുടെയും വിഭവങ്ങളുടെയും ഉടമസ്ഥാവകാശം, കൈമാറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട പാർലമെന്റ് നിയമങ്ങൾ സംസ്ഥാന നിയമസഭയുടെ അംഗീകാരമില്ലാതെ ബാധകമല്ലെന്ന് ഇത് ഉറപ്പാക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് സിക്കിം സംസ്ഥാനത്തിന് പ്രത്യേക വ്യവസ്ഥകൾ നൽകുന്നത്? അനുച്ഛേദം 371F. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 371F സിക്കിം സംസ്ഥാനത്തിന് പ്രത്യേക വ്യവസ്ഥകൾ നൽകുന്നു. ഇതിൽ സിക്കിം നിയമസഭയിലെ സീറ്റുകളുടെ എണ്ണം, തിരഞ്ഞെടുപ്പ് മണ്ഡലങ്ങൾ, കൂടാതെ സിക്കിമിലെ ജനങ്ങളുടെ അവകാശങ്ങളും താൽപ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള ചില നിയമനിർമ്മാണ അധികാരങ്ങളും ഉൾപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് കർണാടക സംസ്ഥാനത്തിന് പ്രത്യേക വ്യവസ്ഥകൾ നൽകുന്നത്? അനുച്ഛേദം 371J. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 371J കർണാടക സംസ്ഥാനത്തിലെ ഹൈദരാബാദ് കർണാടക, ഇപ്പോൾ കല്യാണ കർണാടക മേഖലയുടെ വികസനത്തിനായി പ്രത്യേക വ്യവസ്ഥകൾ നൽകുന്നു. ഈ പ്രദേശത്തെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനായി പ്രത്യേക വികസന ബോർഡുകൾ രൂപീകരിക്കാനും വിദ്യാഭ്യാസത്തിലും തൊഴിലിലും സംവരണം ഏർപ്പെടുത്താനും ഇത് ലക്ഷ്യമിടുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 9ാം പട്ടിക കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി നിയമം ഏതാണ്? 1951 ഒന്നാം ഭേദഗതി നിയമം. ഇന്ത്യൻ ഭരണഘടനയുടെ 1ാം ഭേദഗതി നിയമം 1951 നടപ്പിലാക്കി. ഈ ഭേദഗതിയിലൂടെ 9ാം പട്ടിക കൂട്ടിച്ചേർക്കുകയും ഭൂമി പരിഷ്കരണ നിയമങ്ങൾ, ജമീന്ദാരി നിർത്തലാക്കൽ തുടങ്ങിയവയെ കോടതിയുടെ പുനഃപരിശോധനയിൽ നിന്ന് സംരക്ഷിക്കാൻ വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുകയും സംസ്ഥാനങ്ങളുടെ 3 വിഭാഗങ്ങൾ നിർത്തലാക്കുകയും ചെയ്ത ഭരണഘടനാ ഭേദഗതി നിയമം ഏതാണ്? 1956 7ാം ഭേദഗതി നിയമം. 1956 7ാം ഭേദഗതി നിയമം സംസ്ഥാന പുനഃസംഘടന നിയമം 1956 വഴിതെളിയിച്ചു. ഇത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുകയും എ, ബി, സി, ഡി എന്നീ വിഭാഗങ്ങളിലുണ്ടായിരുന്ന സംസ്ഥാനങ്ങളെ സംസ്ഥാനങ്ങളായും കേന്ദ്രഭരണ പ്രദേശങ്ങളായും മാറ്റി. ദാദ്രയും നഗർ ഹവേലിയും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച ഭരണഘടനാ ഭേദഗതി നിയമം ഏതാണ്? 1961 10ാം ഭേദഗതി നിയമം. 1961 10ാം ഭരണഘടനാ ഭേദഗതി നിയമം പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ദാദ്രയും നഗർ ഹവേലിയെ ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. ഇത് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി ഒരു പുതിയ പ്രദേശത്തെ കൂട്ടിച്ചേർത്തു. ഗോവ, ദാമൻ, ദിയു എന്നിവയെ കേന്ദ്രഭരണ പ്രദേശങ്ങളായി ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി നിയമം ഏതാണ്? 1962 12ാം ഭേദഗതി നിയമം. 1962 12ാം ഭരണഘടനാ ഭേദഗതി നിയമം പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയന്റെ കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറ്റി. ഈ ഭേദഗതി ഇന്ത്യൻ അതിർത്തികളുടെ വികസനത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. നാഗാലാൻഡ് സംസ്ഥാനത്തിന് പ്രത്യേക വ്യവസ്ഥകൾ അനുവദിച്ച ഭരണഘടനാ ഭേദഗതി നിയമം ഏതാണ്? 1962 13ാം ഭേദഗതി നിയമം. 1962 13ാം ഭേദഗതി നിയമം നാഗാലാൻഡിന് പ്രത്യേക പദവി നൽകി. ആർട്ടിക്കിൾ 371 ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് നാഗാ ജനതയുടെ മതപരവും സാമൂഹികവുമായ ആചാരങ്ങൾ, നാഗാ ആചാര നിയമവും നടപടിക്രമങ്ങളും, സിവിൽ, ക്രിമിനൽ നീതിന്യായ നിർവഹണം, ഭൂമിയുടെ ഉടമസ്ഥാവകാശം, കൈമാറ്റം എന്നിവ സംരക്ഷിക്കാൻ വ്യവസ്ഥ ചെയ്തു. പുതുച്ചേരി പോലുള്ള ചില കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് നിയമനിർമ്മാണ സഭകളും മന്ത്രിമാരുടെ കൗൺസിലുകളും രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി നിയമം ഏതാണ്?
1962-ലെ 14-ാം ഭേദഗതി നിയമം 1962-ലെ 14-ാം ഭേദഗതി നിയമം ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, ത്രിപുര, ഗോവ, ദാമൻ ആൻഡ് ദിയു, പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് നിയമസഭകളും മന്ത്രിസഭകളും സ്ഥാപിക്കാൻ പാർലമെന്റിന് അധികാരം നൽകി. ഇത് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് കൂടുതൽ ഭരണപരമായ സ്വയംഭരണം നൽകുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവെപ്പായിരുന്നു. ചോള രാജവംശത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ ചൈനീസ് എഴുത്തുകാരൻ ആര്? ചൗജുകുവ എന്ന ചൈനീസ് വ്യാപാരിയും ഉദ്യോഗസ്ഥനും ചോള രാജവംശത്തിന്റെ ചരിത്രത്തെയും വ്യാപാരബന്ധങ്ങളെയും കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൃതിയായ ചുഫാൻചി ദക്ഷിണേന്ത്യയിലെ ചോളന്മാരുമായി ചൈനയ്ക്കുണ്ടായിരുന്ന ബന്ധങ്ങളെക്കുറിച്ചും അക്കാലത്തെ സമുദ്രവ്യാപാരത്തെക്കുറിച്ചും വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ചൈനീസ് സഞ്ചാരി സങ് യൂൻ എപ്പോഴാണ് ഇന്ത്യ സന്ദർശിച്ചത്? AD 518-ൽ ഇന്ത്യ സന്ദർശിച്ച ഒരു ചൈനീസ് ബുദ്ധമത സഞ്ചാരിയാണ് സങ് യൂൻ. അദ്ദേഹം വടക്കുപടിഞ്ഞാറൻ ഇന്ത്യയിലെ ബുദ്ധമത കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും ബുദ്ധമത ഗ്രന്ഥങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങൾ അക്കാലത്തെ ഗാന്ധാര മേഖലയിലെ ബുദ്ധമതത്തെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. അൽ ബിറൂണി ആരുടെ കൂടെയാണ് ഇന്ത്യയിലെത്തിയത്? ഗസ്നിയുടെ മഹമൂദിന്റെ കൂടെ. 11-ാം നൂറ്റാണ്ടിൽ ഗസ്നിയുടെ മഹമൂദിന്റെ കൂടെ ഇന്ത്യയിലെത്തിയ പേർഷ്യൻ പണ്ഡിതനാണ് അൽ ബിറൂണി. ഇദ്ദേഹം കിതാബ് അൽ ഹിന്ദ് അഥവാ തഹ്ഗീഖുമാലിൽ ഹിന്ദ് എന്ന പേരിൽ ഒരു ബൃഹത്തായ ഗ്രന്ഥം രചിച്ചു. ഈ കൃതി ഇന്ത്യയുടെ ശാസ്ത്രം, മതം, തത്വചിന്ത, ഭൂമിശാസ്ത്രം, സാമൂഹിക അവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ഇന്ത്യയെക്കുറിച്ചുള്ള അൽ ബറൂണിയുടെ പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു? തഹ്ഗീഖുമാലി അൽ ഹിന്ദ് അല്ലെങ്കിൽ കിതാബ് അൽ ഹിന്ദ്. അൽ ബറൂണി ഗസ്നവിദ കാലഘട്ടത്തിലെ ഒരു പേർഷ്യൻ പണ്ഡിതനായിരുന്നു. കിതാബ് അൽ ഹിന്ദ് എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം 11-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ സമൂഹം, മതം, തത്വചിന്ത, ശാസ്ത്രം എന്നിവയെക്കുറിച്ചുള്ള ഒരു സമഗ്ര പഠനമാണ്. മധ്യകാല ഇന്ത്യയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചരിത്രപരമായ രേഖകളിൽ ഒന്നാണിത്. 9-ാം നൂറ്റാണ്ടിൽ പാൽ, പ്രതിഹാര ഭരണാധികാരികളുടെ കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾ വിവരിച്ച അറബ് സഞ്ചാരി ആരായിരുന്നു? സുലൈമാൻ. 9-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച അറബ് വ്യാപാരിയും സഞ്ചാരിയുമായിരുന്നു സുലൈമാൻ. അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങൾ പാല, പ്രതിഹാര സാമ്രാജ്യങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ അവസ്ഥകളെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ഈ വിവരങ്ങൾ മധ്യകാല ഇന്ത്യൻ ചരിത്ര പഠനത്തിന് സഹായകമാണ്. രാഷ്ട്രകൂട, പ്രതിഹാര ഭരണാധികാരികളുടെ കാലഘട്ടത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകിയ ബാഗ്ദാദിൽ നിന്നുള്ള അറബ് സഞ്ചാരി ആരായിരുന്നു? അൽ മസൂദി. 10-ാം നൂറ്റാണ്ടിലെ പ്രമുഖ അറബ് ചരിത്രകാരനും ഭൂമിശാസ്ത്രജ്ഞനുമായിരുന്നു അൽ മസൂദി. ഇന്ത്യയിലെ രാഷ്ട്രകൂട, പ്രതിഹാര സാമ്രാജ്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മുറൂജ് അൽ ദഹാബ്, സ്വർണ്ണ പുൽമേടുകൾ എന്ന ഗ്രന്ഥം പ്രധാന വിവരങ്ങൾ നൽകുന്നു. അക്കാലത്തെ രാഷ്ട്രീയവും സാമൂഹികവുമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. ഇബ്ൻ ബത്തൂത്തയുടെ യാത്രാവിവരണത്തിന്റെ പേരെന്താണ്? റിൻല. മൊറോക്കൻ സഞ്ചാരിയും പണ്ഡിതനുമായിരുന്ന ഇബ്ൻ ബത്തൂത്ത 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ യാത്രാവിവരണമായ റിൻല യാത്രകൾ ഡൽഹി സുൽത്താനേറ്റ്, പ്രത്യേകിച്ച് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലത്തെക്കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ നൽകുന്നു. മധ്യകാല ലോകത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ചരിത്രരേഖയാണിത്. കങ്ക്യൂർ, തെങ്ക്യൂർ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചത് ആരാണ്? താരാനാഥ്. കങ്ക്യൂർ, തെങ്ക്യൂർ എന്നിവ ടിബറ്റൻ ബുദ്ധമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കനോണിക്കൽ ഗ്രന്ഥശേഖരങ്ങളാണ്. താരാനാഥ് 1575 മുതൽ 1634 വരെ ഒരു പ്രമുഖ ടിബറ്റൻ ബുദ്ധമത ചരിത്രകാരനും പണ്ഡിതനുമായിരുന്നു. ഇന്ത്യയിലെ ബുദ്ധമതത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ ശ്രദ്ധേയമാണ്. ഈ ശേഖരങ്ങളുടെ വ്യാഖ്യാനങ്ങൾക്കും പ്രചാരണത്തിനും താരാനാഥിന്റെ സംഭാവനകൾ നിർണായകമാണ്. 13-ാം നൂറ്റാണ്ടിന്റെ അവസാനം മാർക്കോ പോളോ ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ ഭരണകാലത്തായിരുന്നു? പാണ്ഡ്യ രാജവംശം. പ്രശസ്ത വെനീഷ്യൻ സഞ്ചാരിയായ മാർക്കോ പോളോ 13-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇന്ത്യയുടെ തെക്കൻ തീരങ്ങൾ സന്ദർശിച്ചു. അക്കാലത്ത് മധുര ആസ്ഥാനമാക്കി പാണ്ഡ്യ രാജവംശമായിരുന്നു ഈ പ്രദേശത്ത് ഭരണം നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങൾ ദക്ഷിണേന്ത്യയിലെ വ്യാപാരം, സംസ്കാരം, സാമൂഹിക ജീവിതം എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു.
ആദ്യകാലത്തെ ലിഖിതങ്ങൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? മധ്യേഷ്യ മൈനറിലെ ബൊഗാസ്കോയ്. BC 14-ാം നൂറ്റാണ്ടിലെ ബൊഗാസ്കോയ് ലിഖിതങ്ങൾ ഹിറ്റൈറ്റുകളും മിഥാനികളും തമ്മിലുള്ള ഒരു സന്ധി രേഖപ്പെടുത്തുന്നു. ഈ ലിഖിതങ്ങളിൽ ഇന്ദ്രൻ, മിത്രൻ, വരുണൻ, നസത്യൻ, അശ്വിനികൾ തുടങ്ങിയ വേദകാല ദേവന്മാരുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഏറ്റവും പുരാതനമായ രേഖകളിൽ ഒന്നാണിത്. ബൊഗാസ്കോയ് ലിഖിതങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള വേദകാല ദേവന്മാർ ആരൊക്കെയാണ്? ഇന്ദ്രൻ, മിത്രൻ, വരുണൻ, നസത്യൻ, അശ്വിനികൾ. BC 14-ാം നൂറ്റാണ്ടിലെ ബൊഗാസ്കോയ് ലിഖിതങ്ങൾ വേദകാല ദേവന്മാരായ ഇന്ദ്രൻ, മിത്രൻ, വരുണൻ, നസത്യൻ, അശ്വിനികൾ എന്നിവരെ പരാമർശിക്കുന്നു. ഈ ലിഖിതങ്ങൾ ഹിറ്റൈറ്റ് മിഥാനി ഉടമ്പടിയുടെ സാക്ഷികളായി ഈ ദേവന്മാരെ ഉൾപ്പെടുത്തുന്നു. ഇത് ഇന്തോ ആര്യന്മാരുടെ ഉത്ഭവത്തെയും അവരുടെ മതപരമായ വിശ്വാസങ്ങളെയും കുറിച്ചുള്ള പ്രധാന സൂചനകൾ നൽകുന്നു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ലിഖിതങ്ങൾ ഏതു ഭരണാധികാരിയുടെ കാലത്തുള്ളതാണ്? അശോകൻ. മൗര്യ ചക്രവർത്തിയായ അശോകന്റെ ലിഖിതങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും പ്രധാനപ്പെട്ടതുമായ ചരിത്രരേഖകളിൽപ്പെടുന്നത്. BC 3-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഈ ലിഖിതങ്ങൾ സ്തൂപങ്ങളിലും പാറകളിലുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. അശോകന്റെ ധർമ്മനയങ്ങൾ, ഭരണരീതികൾ, ബുദ്ധമത പ്രചാരണം എന്നിവയെക്കുറിച്ച് ഈ ലിഖിതങ്ങൾ വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. അശോക ചക്രവർത്തിയുടെ യഥാർത്ഥ പേര് ഏത് ലിഖിതങ്ങളിലാണ് പരാമർശിച്ചിരിക്കുന്നത്? മാസ്കി, ഗുർജര, നിട്ടൂർ, ഉദയഗോളം. അശോകന്റെ ഭൂരിഭാഗം ലിഖിതങ്ങളിലും അദ്ദേഹത്തെ ദേവാനാംപ്രിയ പ്രിയദർശി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ മാസ്കി, ഗുർജര, നിട്ടൂർ, ഉദയഗോളം എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ലിഖിതങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരായ അശോകൻ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലിഖിതങ്ങൾ അശോകന്റെ വ്യക്തിത്വം തിരിച്ചറിയുന്നതിൽ നിർണായകമാണ്. അശോകന്റെ ലിഖിതങ്ങളിൽ പ്രധാനമായും ഉപയോഗിച്ചിരുന്ന ലിപികൾ ഏതെല്ലാം? ബ്രാഹ്മി, കരോഷ്ടി, ഗ്രീക്ക്, അരാമിക്. മൗര്യ ചക്രവർത്തിയായ അശോകന്റെ ശിലാശാസനങ്ങളും സ്തംശാസനങ്ങളും സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഈ ലിഖിതങ്ങളിൽ ബ്രാഹ്മി, കരോഷ്ടി, ഗ്രീക്ക്, അരാമിക് എന്നീ ലിപികളാണ് പ്രധാനമായും ഉപയോഗിച്ചത്. ഇവ അശോകന്റെ ഭരണവും ധർമ്മപ്രചാരണവും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ബെസ്നഗറിലെ ഗരുഡസ്തംഭത്തിൽ ഭഗവത് മതത്തിന്റെ വളർച്ചയ്ക്ക് എന്ത് തെളിവാണ് കാണപ്പെടുന്നത്? ഇന്തോ ഗ്രീക്ക് അംബാസഡർ ഹെലിയോഡോറസിന്റെ ഒരു ലിഖിതം. BC 2-ാം നൂറ്റാണ്ടിലെ ബെസ്നഗറിലെ വിദിഷ, മധ്യപ്രദേശ് ഗരുഡസ്തംഭം വാസുദേവനെ ആരാധിച്ചിരുന്ന ഹെലിയോഡോറസ് എന്ന ഗ്രീക്ക് അംബാസഡറാണ് സ്ഥാപിച്ചത്. ഈ ലിഖിതം ഭഗവത്, വൈഷ്ണവ മതത്തിന്റെ ആദ്യകാല തെളിവുകളിലൊന്നായും വിദേശീയർക്കിടയിലെ അതിന്റെ സ്വീകാര്യതയുടെ സൂചനയായും കണക്കാക്കപ്പെടുന്നു. ഏത് മൗര്യപൂർവ്വ താമ്രപത്രത്തിലാണ് ക്ഷാമദുരിതാശ്വാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത്? സോൻഗൌര താമ്രപത്രം. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ കണ്ടെത്തിയ സോൻഗൌര താമ്രപത്രം മൗര്യപൂർവ്വ കാലഘട്ടത്തിലെ ക്ഷാമദുരിതാശ്വാസ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രധാന തെളിവാണ്. ക്ഷാമകാലത്ത് ധാന്യങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ധാന്യപ്പുരകൾ നിർമ്മിച്ചതിനെക്കുറിച്ച് ഈ ലിഖിതം രേഖപ്പെടുത്തുന്നു. ഇത് പുരാതന ഭരണകൂടങ്ങളുടെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. ഏത് ലിഖിതമാണ് പട്ടുനൂൽ നെയ്ത്തുകാരുടെ വിഭാഗങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത്? മൻസൂർ ലിഖിതം. മൻസൂർ ലിഖിതം കുമാരഗുപ്തൻ ഒന്നാമന്റെ കാലഘട്ടം AD 473-ൽ വത്സഭട്ടി എഴുതിയത് സൂര്യക്ഷേത്രം നിർമ്മിച്ച പട്ടുനൂൽ നെയ്ത്തുകാരുടെ ഒരു ഗിൽഡിനെക്കുറിച്ച് വിവരിക്കുന്നു. ഇത് പുരാതന ഇന്ത്യയിലെ ഗിൽഡുകളുടെയും കരകൗശല വിദഗ്ധരുടെയും സാമൂഹികവും സാമ്പത്തികവുമായ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ഇറാനിയൻ ചക്രവർത്തിയായ ദാരിയസ് സിന്ധുനദീതടം കീഴടക്കിയെന്ന് വെളിപ്പെടുത്തുന്ന ലിഖിതങ്ങൾ ഏവ? പെർസെപ്പോളിസ്, ബെഹിസ്തൂൺ ലിഖിതങ്ങൾ. ഹഖാമനിദ്, അക്കീമെനിഡ് സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായ ദാരിയസ് ഒന്നാമന്റെ പെർസെപ്പോളിസ്, ബെഹിസ്തൂൺ ലിഖിതങ്ങൾ BC 6-ാം നൂറ്റാണ്ടിൽ സിന്ധുനദീതട പ്രദേശങ്ങളെ തന്റെ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കിയതായി രേഖപ്പെടുത്തുന്നു. ഈ ലിഖിതങ്ങൾ പുരാതന ഇന്ത്യയും പേർഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് ചരിത്രപരമായ തെളിവ് നൽകുന്നു. ബ്രാഹ്മി ലിപിയിലുള്ള അശോകന്റെ ലിഖിതങ്ങൾ ആദ്യമായി വ്യാഖ്യാനിച്ചത് ആര്? ജെയിംസ് പ്രിൻസെപ്പ്. 1837-ൽ ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനും ഈസ്റ്റ് ഇന്ത്യാ കമ്പനി ഉദ്യോഗസ്ഥനുമായിരുന്ന ജെയിംസ് പ്രിൻസെപ്പാണ് ബ്രാഹ്മി ലിപിയിലുള്ള അശോകന്റെ ലിഖിതങ്ങൾ ആദ്യമായി വ്യാഖ്യാനിച്ചത്.
ഈ കണ്ടെത്തൽ മൗര്യചക്രവർത്തി അശോകനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ചുമുള്ള നിർണായക വിവരങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചു. ലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത്? എപ്പിഗ്രഫി, എപ്പഗ്രാഫി. ലിഖിതങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് എപ്പിഗ്രഫി. ലിഖിതങ്ങളുടെ ഉള്ളടക്കം, ശൈലി, ഭാഷ, കാലഘട്ടം എന്നിവ വിശകലനം ചെയ്ത് പുരാതന സംസ്കാരങ്ങളെയും ചരിത്രസംഭവങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. പുരാവസ്തുശാസ്ത്രത്തിലെ ഒരു പ്രധാന ശാഖയാണിത്. സതി അനുഷ്ഠാനത്തിന്റെ ആദ്യത്തെ ശിലാശാസന തെളിവ് എവിടെയാണ് കണ്ടെത്തിയത്? ഭാനുഗുപ്തന്റെ ഇറാൻ സ്തംഭലിഖിതം, മധ്യപ്രദേശ്. AD 510 ഭാനുഗുപ്തന്റെ ഇറാൻ സ്തംഭലിഖിതത്തിലാണ് സതി അനുഷ്ഠാനത്തിന്റെ ആദ്യത്തെ ശിലാശാസന തെളിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗുപ്തകാലഘട്ടത്തിലെ ഈ ലിഖിതം ഗോപാൽ രാജന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ചിതയിൽ ചാടിയതിനെക്കുറിച്ച് പറയുന്നു. ഇത് പുരാതന ഇന്ത്യയിലെ സാമൂഹിക ആചാരങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ നൽകുന്നു. ഹാദിഗുംഫ ലിഖിതവുമായി ബന്ധപ്പെട്ട ഭരണാധികാരി ആര്? കാരവേലൻ രാജാവ്. ഒഡീഷയിലെ ഉദയഗിരിയിലുള്ള ഹാദിഗുംഫ ലിഖിതം കലിംഗയിലെ ചേതി രാജവംശത്തിലെ പ്രബലനായ കാരവേലൻ രാജാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ലിഖിതം കാരവേലന്റെ ഭരണകാലത്തെ സൈനിക നേട്ടങ്ങളെയും ഭരണപരമായ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകുന്നു. ജുനാഗഡ്, ഗിർനാർ ലിഖിതവുമായി ബന്ധപ്പെട്ട ഭരണാധികാരി ആര്? രുദ്രദാമാൻ. ഗുജറാത്തിലെ ജുനാഗഡിലുള്ള ഗിർനാർ ലിഖിതം പശ്ചിമ സത്രപന്മാരിലെ ശക്തനായ ഭരണാധികാരിയായ രുദ്രദാമാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഈ ലിഖിതം സുദർശന തടാകത്തിന്റെ അറ്റകുറ്റപ്പണികളെക്കുറിച്ചും രുദ്രദാമാന്റെ വിജയങ്ങളെക്കുറിച്ചും മറ്റു ഭരണപരമായ വിവരങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ഇത് പുരാതന ഇന്ത്യയിലെ ഭരണരീതികളെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. നാസിക് പ്രശസ്തി ലിഖിതവുമായി ബന്ധപ്പെട്ട ഭരണാധികാരി ആരാണ്? ഗൗതമി ബാലശ്രീ. നാസിക് പ്രശസ്തി ലിഖിതം ശതവാഹന സാമ്രാജ്യത്തിലെ ഗൗതമിപുത്ര ശതകർണിയുടെ അമ്മയായ ഗൗതമി ബാലശ്രീയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് അവരുടെ മകന്റെ നേട്ടങ്ങളെയും ധർമ്മനിഷ്ഠയെയും പ്രകീർത്തിക്കുകയും ശതവാഹന കാലഘട്ടത്തിലെ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു. പ്രയാഗ് പ്രശസ്തി, അലഹബാദ് സ്തംഭലിഖിതം ഏതു ഭരണാധികാരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമുദ്രഗുപ്തൻ. ഗുപ്ത സാമ്രാജ്യത്തിലെ സമുദ്രഗുപ്തന്റെ സൈനിക നേട്ടങ്ങളെയും ഭരണത്തെയും വിവരിക്കുന്ന ഒരു സുപ്രധാന ചരിത്രരേഖയാണ് പ്രയാഗ് പ്രശസ്തി. ഹരിസേനൻ എന്ന കവിയാണ് ഈ ലിഖിതം രചിച്ചത്. സമുദ്രഗുപ്തന്റെ ദിഗ്വിജയങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇത് നൽകുന്നു. മൻസൂർ ശിലാലിഖിതം ഏതു ഭരണാധികാരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാൾവ ഭരണാധികാരിയായ യശോധർമ്മൻ. ഹൂണന്മാരെ പരാജയപ്പെടുത്തിയ മാൾവ ഭരണാധികാരി യശോധർമ്മന്റെ സൈനിക വിജയങ്ങളെയും ഭരണത്തെയും മൻസൂർ ശിലാലിഖിതം പ്രകീർത്തിക്കുന്നു. ഗുപ്ത കാലഘട്ടത്തിനു ശേഷമുള്ള ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ലിഖിതം നൽകുന്നു. ഐഹോളെ ലിഖിതം ഏതു ഭരണാധികാരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുലികേശിൻ രണ്ടാമൻ. ബദാമിയിലെ ചാലൂക്യ രാജാവായിരുന്ന പുലികേശിൻ രണ്ടാമന്റെ ഭരണത്തെയും സൈനിക നേട്ടങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഐഹോളെ ലിഖിതം. രവികീർത്തി എന്ന കവിയാണ് ഇത് രചിച്ചത്. ഹർഷവർദ്ധനനെതിരായ പുലികേശിന്റെ വിജയവും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്വാളിയോർ ലിഖിതം ഏതു ഭരണാധികാരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രതിഹാര രാജാവായ ഭോജൻ. മിഹിരഭോജൻ എന്നും അറിയപ്പെട്ടിരുന്ന പ്രതിഹാര രാജാവായ ഭോജന്റെ നേട്ടങ്ങളെയും വംശാവലിയെയും ഗ്വാളിയോർ ലിഖിതം പ്രകീർത്തിക്കുന്നു. 9-ാം നൂറ്റാണ്ടിലെ പ്രതിഹാര സാമ്രാജ്യത്തെയും അതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും കുറിച്ച് ഇത് വിവരങ്ങൾ നൽകുന്നു. ബിദാരി അല്ലെങ്കിൽ ജുനാഗഡ് സ്തംഭലിഖിതം ഏതു ഭരണാധികാരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കന്ദഗുപ്തൻ. ഗുപ്ത സാമ്രാജ്യത്തിലെ സ്കന്ദഗുപ്തന്റെ സൈനിക വിജയങ്ങളെയും ഹൂണന്മാരുമായുള്ള യുദ്ധങ്ങളെയും ബിദാരി സ്തംഭലിഖിതം വിവരിക്കുന്നു. ഗുപ്ത സാമ്രാജ്യത്തിന്റെ അവസാന കാലഘട്ടത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ധീരമായ പ്രതിരോധത്തെക്കുറിച്ചും ഈ ലിഖിതം പ്രാധാന്യമുള്ളതാണ്. ദിയോപാറ പ്രശസ്തി ലിഖിതം ഏതു ഭരണാധികാരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബംഗാൾ രാജാവായ വിജയസേനൻ. സേന രാജവംശത്തിലെ പ്രമുഖ ഭരണാധികാരിയായിരുന്ന വിജയസേനന്റെ ഭരണത്തെയും സൈനിക വിജയങ്ങളെയും ദിയോപാറ പ്രശസ്തി ലിഖിതം പ്രകീർത്തിക്കുന്നു. ഉമാപതിധരൻ എന്ന കവിയാണ് ഇത് രചിച്ചത്. മധ്യകാല ബംഗാളിന്റെ ചരിത്രത്തെക്കുറിച്ച് ഇത് വെളിച്ചം വീശുന്നു. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ് എന്നറിയപ്പെടുന്നത്?
ന്യൂമിസ്മാറ്റിക്സ്, നാണയശാസ്ത്രം. നാണയങ്ങൾ, കറൻസി, മെഡലുകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള പഠനത്തെയാണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത്. ചരിത്രപരമായ കാലഘട്ടങ്ങളിലെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. പുരാവസ്തു ഗവേഷണത്തിലെ ഒരു പ്രധാന ശാഖയാണിത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ നാണയങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പഞ്ച് മാർക്ക്ഡ് നാണയങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന നാണയങ്ങളാണ് പഞ്ച് മാർക്ക്ഡ് നാണയങ്ങൾ. BC 6-ാം നൂറ്റാണ്ട് മുതൽ നിലനിന്നിരുന്ന ഇവയിൽ വിവിധ ചിഹ്നങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. പുരാതന ഇന്ത്യയിലെ സാമ്പത്തിക വ്യവസ്ഥയെയും വ്യാപാര ബന്ധങ്ങളെയും കുറിച്ച് പഠിക്കാൻ ഈ നാണയങ്ങൾ സഹായിക്കുന്നു. യഥാക്രമം ലെഡിലും സ്വർണത്തിലും ഏറ്റവും കൂടുതൽ നാണയങ്ങൾ പുറത്തിറക്കിയ ഭരണാധികാരികൾ ആരാണ്? ശതവാഹനർ, ലെഡ്, ഗുപ്തർ, സ്വർണം. പുരാതന ഇന്ത്യയിൽ ലെഡ് നാണയങ്ങൾ കൂടുതലായി പുറത്തിറക്കിയത് ശതവാഹന രാജവംശമാണ്. ഗുപ്ത രാജാക്കന്മാരുടെ കാലഘട്ടം സ്വർണനാണയങ്ങളുടെ ആധിക്യം കൊണ്ട് ശ്രദ്ധേയമാണ്. ഇത് ഗുപ്ത സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. ഈ നാണയങ്ങൾ അതത് കാലഘട്ടങ്ങളിലെ സാമ്പത്തിക സ്ഥിതിയെയും സാങ്കേതിക വിദ്യയെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. ഇന്ത്യയിൽ ആദ്യമായി സ്വർണ നാണയങ്ങൾ പുറത്തിറക്കിയത് ആരാണ്? ഇൻഡോ ഗ്രീക്കുകാർ. ഇന്ത്യയിൽ ആദ്യമായി സ്വർണ നാണയങ്ങൾ പുറത്തിറക്കിയത് ഇൻഡോ ഗ്രീക്ക് ഭരണാധികാരികളാണ്. ഈ നാണയങ്ങളിൽ അവരുടെ രാജാക്കന്മാരുടെ ഛായാചിത്രങ്ങളും പേരുകളും ആലേഖനം ചെയ്തിരുന്നു. ഇത് അന്നത്തെ വാണിജ്യബന്ധങ്ങളുടെയും സാംസ്കാരിക വിനിമയങ്ങളുടെയും തെളിവാണ്. ഋഗ്വേദത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ത്രൽസുഭരത ഗോത്രത്തിലെ രാജാവ് സുദാസ് 10 രാജാക്കന്മാരുടെ ഒരു സഖ്യത്തെ പരാജയപ്പെടുത്തിയ പുരാതന യുദ്ധം ഏതാണ്? ദശരാജയുദ്ധം, 10 രാജാക്കന്മാരുടെ യുദ്ധം. ഋഗ്വേദത്തിലെ 7-ാം മണ്ഡലത്തിൽ ദശരാജയുദ്ധത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു. രവി നദിയുടെ പുരാതനകാലത്ത് പരുഷ്ണി തീരത്താണ് ഈ യുദ്ധം നടന്നത്. രാജാവ് സുദാസ് വസിഷ്ഠന്റെ ഉപദേശത്താൽ 10 രാജാക്കന്മാരുടെ സഖ്യത്തെ തോൽപ്പിച്ച് ആര്യന്മാരുടെ ഇടയിൽ തന്റെ മേധാവിത്വം ഉറപ്പിച്ചു. ഹൈഡാസ്പസ് നദിയുടെ തീരത്ത് പോറസ് രാജാവും അലക്സാണ്ടർ ചക്രവർത്തിയും തമ്മിൽ നടന്ന പ്രധാന യുദ്ധം ഏതാണ്? ഹൈഡാസ്പസ് യുദ്ധം. BC 326-ൽ ഇന്നത്തെ പാകിസ്ഥാനിലെ ജലം നദിയുടെ പുരാതനകാലത്ത് ഹൈഡാസ്പസ് തീരത്താണ് ഈ യുദ്ധം നടന്നത്. പോറസ് രാജാവിന്റെ സൈന്യം ആനകളെ ഉപയോഗിച്ച് ശക്തമായി ചെറുത്തെങ്കിലും അലക്സാണ്ടർ ചക്രവർത്തിയുടെ തന്ത്രപരമായ നീക്കങ്ങൾ വിജയത്തിൽ കലാശിച്ചു.